ഞാൻ സ്പോട്ട് ലൈറ്റ് ഫോർ എവറി വൺ. ഞാൻ ഇപ്പോഴല്ലേ സ്പോട്ട് ലൈറ്റ് ആയത്. ഓക്കെ, ഐ എം സോ സോറി. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എന്നെ കാണാമല്ലോ, കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. കാണാൻ പറ്റുന്നുണ്ടോ? എം ഐ ലൈക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഇതുവരെ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് ജോയിൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു സെഷൻ എടുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ, കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ, സമ്പത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ നമുക്ക് വേണം. സമ്പത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് വേണം. സമ്പത്തിനെ കുറിച്ചിട്ടുള്ള ഫീലിങ്സ് നമുക്ക് വേണം. സമ്പത്തിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ വേണം. അത് പോസിറ്റീവായിട്ടുള്ളതായിരിക്കണം. അത് നമ്മളിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള ചിന്തകളായിരിക്കണം. എനിക്ക് വേണ്ട പണം എന്നിലേക്ക് വരുന്നു, എനിക്ക് വേണ്ട അവസരങ്ങൾ എന്നിലേക്ക് വരുന്നു, എനിക്ക് വേണ്ട ഈ ചിന്തകൾ വേണമെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊക്കെ അധികം ആൾക്കാരും ലോജിക്കലായി ചിന്തിക്കുന്ന ആൾക്കാർ പറയുക എന്താ വെച്ചാൽ, അത് നേരത്തെ പറഞ്ഞതുപോലെ, അതായത് അവർ ചിന്തിക്കുക എന്താണ്, അവർ ചിന്തിക്കുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് എഴുതി വെച്ചിട്ട് ഞാൻ ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ കൊടുത്തിട്ട് എന്ത് കാര്യമാണ്. നമ്മളെല്ലാവരും ഗോളുകൾ എഴുതി വെക്കും, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ പണിയെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ പണിയെടുക്കുന്നതിൻ്റെ സ്പീഡ് കൂടണമെങ്കിൽ അതിലേക്ക് വേണ്ട സഹായങ്ങൾ നമുക്ക് കിട്ടേണ്ടത്, അതിലേക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുങ്ങി വരണം. നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ, നമ്മൾ പ്ലാൻ എഴുതി വെക്കാൻ തയ്യാറാണ്, അതിന് വേണ്ടിയിട്ട് ഗോളുകൾ എഴുതി വെച്ചിട്ട് പണിയെടുക്കാൻ തയ്യാറാണ്. നമ്മൾ വിശ്വസിക്കുന്നു പണിയെടുക്കണം, 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 സോ ഹാർഡ് വർക്ക് ഇതായി നടക്കുകയുള്ളൂ. ഓക്കെ, പണിയെടുക്കാൻ തയ്യാറാണ്. പക്ഷേ പ്രോബ്ലം എന്താണ്, ഈ പണിയെടുക്കുന്ന സമയത്ത് ഇതിന് ഒരു 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 അനുകൂലമായ ഒരു അവസ്ഥയുണ്ടാവണം. അതല്ലാതെ നമ്മുടെ ചുറ്റുപാടുകളും നമ്മളുടെ ഫീലിങ്സും ഇതെല്ലാം, ഗോളുകളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലും അതിന് അനുകൂലമല്ലെങ്കിൽ അതിന് പ്രതികൂലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്ര പ്രയാസമാവുകയും കൂടുതൽ ബുദ്ധിമുട്ടാവുകയും കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വഴിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്കുണ്ടാവുക. അതിന് പകരം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്ലോക്കുകൾ പരമാവധി നമ്മൾ തന്നെ കോൺഷ്യസ്ലി റിമൂവ് ചെയ്യണം. കോൺഷ്യസ്ലി തിങ്ക് ചെയ്തിട്ട്, കോൺഷ്യസ്ലി കണ്ടിന്യൂസ് ആയിട്ട് തിങ്ക് ചെയ്ത് അത് അൺകോൺഷ്യസ് തിങ്കിങ്ങിലേക്ക് എത്തും, ഓട്ടോമേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ, നമ്മൾ ഈ ബ്ലോക്കുകൾ നമ്മൾ തന്നെ റിമൂവ് ചെയ്യണം. നമ്മൾ തന്നെ ഒരു ബ്ലോക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൈഡിലൂടെ നമ്മൾ എഴുതി വെക്കുന്നു ഗോളുകൾ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് സമ്പന്നനാവണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കോടികൾ സമ്പാദിക്കണം, അല്ലെങ്കിൽ പണം സമ്പാദിക്കണം എന്ന് എഴുതി വെച്ചിട്ട് പോകുന്ന നമ്മൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇരുന്ന് ചിന്തിക്കുകയാണ്, എനിക്ക് പണമില്ലല്ലോ, എനിക്ക് അവസരങ്ങളില്ലല്ലോ, എനിക്ക് നെഗറ്റീവ് ആണല്ലോ, നമ്മൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുക. ഇതൊക്കെ എന്താ വെച്ചാൽ ഇതിനെതിരാണ്, ഈ പറഞ്ഞ എഴുതി വെച്ച ഗോളിനെതിരാണ്, ഗോളിന് തടസ്സമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് അലൈൻഡ് ആവണം. ഈ ഗോളുമായിട്ട്, ഈ ആഗ്രഹമായിട്ട് നിങ്ങളുടെ ഫീലിങ്സ് അലൈൻഡ് ആവണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അലൈൻഡ് ആവണം, മാച്ച് ആവണം. അപ്പോൾ വാട്ട് യു ഫീൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഫീലിങ്സ് കറക്റ്റായിട്ട് എന്തായിരിക്കണം, അലൈൻഡ് ആയിരിക്കണം, മാച്ചിങ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങളുടെ സാഹചര്യം പ്രതികൂലമാണെങ്കിൽ പോലും നിങ്ങൾ മനഃപൂർവ്വം പറയുന്നത്, എനിക്ക് വേണ്ട പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അതെവിടെയെന്ന് എനിക്കറിയില്ല, എപ്പോഴെന്ന് എനിക്കറിയില്ല, അത് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൺ ദ വേ, അത് വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നമ്മൾ മനസ്സിനെ വിശ്വസിക്കാൻ കുറച്ചുകൂടി യോഗ്യത ആയിരിക്കും, പെട്ടെന്ന് ഈസി ആയിരിക്കും. പക്ഷെ പറയുക, ഞാൻ സമ്പന്നനായിക്കൊണ്ടേയിരിക്കുന്നു, ഡേ ബൈ ഡേ ഐ ആം ഗെറ്റിംഗ് റിച്ചർ ആൻഡ് റിച്ചർ, എഴുതി വെച്ചോ. നമ്മളിത് പറയുക, നമ്മളിത് വിശ്വസിക്കുക, ഇത് ഫീൽ ചെയ്യുക. പിന്നെ ഗുഡ് ഫീലിംഗ്, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, എനിക്ക് അതില്ലല്ലോ, എനിക്ക് ഇതില്ലല്ലോ, എനിക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഗോളിനെതിരാണ്. ഈ ഗോളിന് സ്പീഡ് കൂട്ടണമെങ്കിൽ, ഇതൊരു റോക്കറ്റ് ആണെങ്കിൽ അതിന് തീ കൊളുത്തിയിട്ട് അതിന് സ്പീഡ് പറപ്പിച്ച് വിടണമെന്നുണ്ടെങ്കിൽ, പറപ്പിച്ച് വിടാനുള്ള ഫ്യൂവലാണ് ദ ഗുഡ് ഫീലിംഗ് എന്ന് പറയുന്നത്, പോസിറ്റീവ് ഫീലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? പോസിറ്റീവ് ഫീലിംഗ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കാൻ പറ്റണം. ആ രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ വെൽത്ത് നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ മാച്ച് ആകുന്ന ഫീലിങ്സ് ഉണ്ടാണ്. വാട്ട് യു ഫീൽ? ആർ യു ഫീലിംഗ് ഗുഡ് ഫീലിങ്ങിലാണോ? അപ്പോൾ എപ്പോഴും ഗുഡ് ഫീലിങ്ങിലായിരിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല, പ്രയാസമായിരിക്കും അങ്ങോട്ട്. പക്ഷേ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് ട്രാക്കിലേക്ക് കയറ്റുക. നമ്മൾ ഗുഡ് ഫീലിങ്ങിലല്ലേ, നമ്മുടെ ഗോളുണ്ട്. ഓക്കെ, നമ്മുടെ ഗോളുണ്ട്, ഗോളിൻ്റെ ഒരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ എനർജി പോകുന്നുണ്ട്, നമ്മൾ എഴുതി വിട്ടിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിച്ച് വിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് അതിന് സ്പീഡ് കൂട്ടുന്നതിന് അതേ ട്രാക്കിൽ തന്നെ പോകണം. ഏതാണ് ആ ട്രാക്ക്? ആ ട്രാക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫീലിങ്ങിൻ്റെ, ഹാപ്പി ഫീലിങ്ങിൻ്റെ,
ട്രാക്കാണ്. നമ്മളുടെ എനർജി അതേ ട്രാക്കിൽ പോകണം. അതേ ആഗ്രഹത്തിന് മാച്ച് ആവണം. ആ എനർജി പുറത്തേക്ക് പോകുന്ന എനർജി അല്ലെങ്കിൽ നമ്മളുടെ ഫീൽ ചെയ്യുന്ന എനർജി പോസിറ്റീവ് ആക്കണം. അത് പോസിറ്റീവ് ആകാതിരിക്കുന്നത് എപ്പോഴാണ്? ലോ ഫ്രീക്വൻസി എനർജിയിലേക്ക് മാറുമ്പോഴാണ്. ഹയർ ഫ്രീക്വൻസിയിൽ പോകണം. ഹയർ ഫ്രീക്വൻസി എനർജി, പോസിറ്റീവ് ഫ്രീക്വൻസി എനർജി അതിൽ തന്നെ പോകണം. അത് ആവുമ്പോഴാണ് നമ്മുടെ യൂണിവേഴ്സുമായിട്ട് നമ്മൾ അലൈൻഡ് ആയി കിടക്കുന്നത്. അപ്പോഴാണ് മാച്ചായി കിടക്കുന്നത്. അതിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? യു ഹാവ് ടു ഫീൽ ഗുഡ്, യു ഹാവ് ടു ഫീൽ പോസിറ്റീവ്. എപ്പോൾ ദുഃഖം ഫീൽ ചെയ്യുന്നു, എപ്പോൾ സങ്കടം ഫീൽ ചെയ്യുന്നു, എപ്പോൾ വിഷമം ഫീൽ ചെയ്യുന്നു, എപ്പോൾ പ്രയാസം ഫീൽ ചെയ്യുന്നു, എപ്പോൾ നമ്മൾ ബുദ്ധിമുട്ട്, അപ്പോൾ ആ ട്രാക്കിൽ നിന്ന് തെറ്റി. യു ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ഡു അഗ്രി വിത്ത് മീ? അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? നിങ്ങൾ ട്രാക്ക് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ട്രാക്ക് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ട്രാക്കിൽ അങ്ങനെ പോകും നമ്മൾ അറിയാതെ. കാരണം നമ്മൾ ഇത്രയും കാലം ശീലിച്ചത് അതാണ്. പെയിന് ഫീൽ ചെയ്യുക, വിഷമിക്കുക, സങ്കടപ്പെടുക, അതിലൂടെ നെഗറ്റീവിൽ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ട്രാക്കിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഡു യു അഗ്രി വിത്ത് മീ? ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? സോ ആ ട്രാക്കിൽ നിന്ന് മാറിയിട്ട് ഈ ട്രാക്കിൽ തന്നെ പോകണം. യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ഡൗൺ. ഐ വാണ്ട് യു ടു കമന്റ്. പ്ലീസ് ജസ്റ്റ് കമന്റ്. ഓക്കെ, നിങ്ങളുടെ കമന്റ്സ് എനിക്ക് കാണണം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ അവിടെ ഉണ്ടോ? നിങ്ങൾ ജീവനോടെ ഉണ്ടോ എന്നുള്ളത് അറിയണ്ടേ? പരമാവധി ആൾക്കാരെന്താ വെച്ചാൽ ഒരു വീഡിയോയിൽ വരണേ. കാരണം നിങ്ങൾ ലൈക്ക് ഐ വാണ്ട് യു ടു ഗിവ് മീ സം എനർജി, ഗിവ് മീ സം പോസിറ്റീവ് എനർജി, ബി ഇൻ എ ഗുഡ് എനർജി. നിങ്ങളൊന്ന് ഗുഡ് എനർജിയിലാകൂ. എന്താ ഈ ഗുഡ് എനർജി എന്ന് പറയുന്നത്? ഗുഡ് എനർജിയിലാവുന്ന ഫീൽ ഗുഡ് ആണ്. ഗിവിങ്, അപ്രീഷിയേറ്റിംഗ്, ആൾക്കാർക്ക് കൊടുക്കുക. തരൂ, കുറച്ച് കയ്യടികൾ തരൂ, കുറച്ച് ലൈക്ക് തരൂ, കുറച്ച് സപ്പോർട്ട് തരൂ, കുറച്ച് കമൻസ് തരൂ. ഗിവിങ്ങിലാവടൂ, പിശിക്കനാവല്ലേ. ആ ഫോൺ എടുത്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ആ ലൈക്ക് ഒന്ന് ഇടും. ഓക്കെ, വെരി ഗുഡ്. ദിസ് ഈസ് ആൾസോ പറഞ്ഞല്ലോ, അലൈൻഡ് ആവുക എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സുമായിട്ട് അലൈൻഡ് ആവുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് എക്സസൈസ് ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗുഡ് ഫീലിംഗ് ആണ്. സ്വർണം മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഗുഡ് ഫീലിംഗ് ആണ്. സ്വർണം. സോ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ടേയിരിക്കുക. ആ ബ്ലോക്ക് റിമൂവ് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് പറയുക. ആ പിശുക്ക് വേണ്ട. ആ ശീലിച്ച് പിശുക്ക് മിണ്ടാതിരിക്കുന്ന, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങോട്ട് ആകാശത്ത് കയറിപ്പോവും, തലയിൽ കയറിപ്പോവും, അല്ലെങ്കിൽ സംഗതി എങ്ങനെ ചെയ്യും. നോ, അപ്രീഷിയേറ്റ് ചെയ്യുക. ലവ്. നിങ്ങളുടെ ലൈഫ് ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞിട്ട് ഇങ്ങനെ എനർജി ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നുണ്ടല്ലോ, എനർജി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ആ വെളിച്ചം, ഒരു ചെറിയ ഗ്യാപ്പിലൂടെ വെളിച്ചം വരുന്ന കണ്ടിട്ടില്ല നിങ്ങൾ? ചെറിയ ഏതെങ്കിലും ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഓടിട്ട വീടാകുന്ന സമയത്ത് ക്രാക്ക് ഉണ്ടാകുമ്പോൾ അതിനുള്ളിലൂടെ വെളിച്ചം വരും, ചെറിയ ഹോളിലൂടെ. ആ വെളിച്ചം വരുന്നത് പോലെ ഒരു അപ്പോൾ കാണുന്ന ഒരു വിഷ്വൽ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ എനർജി ഇങ്ങനെ കിടന്നിങ്ങനെ ഒരു എന്താ പറയുക, പ്രകാശം സ്പ്രെഡ് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകണം 4 ഭാഗത്തേക്ക്. അത് പോകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫീൽ ഗുഡ്, യു ഹാവ് ടു ഫീൽ ഹാപ്പി, യു ഹാവ് ടു ഫീൽ ഹയർ ഫ്രീക്വൻസി വൈബ്രേഷൻ നടക്കണം. അത് നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? യു ഹാവ് ടു ഓൾവേസ് ഡു റൈറ്റ് തിങ്സ്, ഗുഡ് തിങ്സ് ചെയ്യുക. നല്ല കാര്യങ്ങൾ ചെയ്യുക. നല്ല ഫീലിങ്ങിലേക്ക് വരും. അതാണ് അബണ്ടൻസിൻ്റെ ലക്ഷണം. അതാണ് നിങ്ങൾ അബണ്ടൻറ്റ് ഫീലിങ്ങിലാണോ ഉള്ളത്, അബണ്ടൻറ്റ് ട്രാക്കിലാണോ ഉള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർ യു ഇൻ ദ റൈറ്റ് ട്രാക്ക്? നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണോ? ഡൗൺ ആകാം, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നത് ആ ഡൗൺ ആയ ആളെ തിരിച്ച് റൈറ്റ് ട്രാക്കിലേക്ക് ആക്കുന്നതാണ്. ഇറ്റ്സ് ഓക്കെ, ഡൗൺ ആകാം. അപ്പോൾ ഇത് ഡൗൺ ആകുമോ എന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. ഡൗൺ ആകാം, ഇറ്റ്സ് ഓക്കെ, സാരമില്ല എന്ന് പറയുമ്പോൾ ട്രാക്കിലേക്ക് കയറി. ക്ലിയർ ആണോ? ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പോൾ റൈറ്റ് ട്രാക്കിലേക്ക് നമുക്ക് കയറാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ ട്രാക്കിലേക്ക് വരാം. ഇന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ലാസ്റ്റ് പാർട്ടിൽ ചെയ്തത് അതാണ്. തെറാപ്പി ചെയ്തപ്പോൾ ലാസ്റ്റ് പാർട്ടിൽ ചെയ്തതാണ്. ഐ വാണ്ട് യു ടു ഹാവ് ദാറ്റ് ഗോൾഡൻ ടിക്കറ്റ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ, നന്മയുടെ, ആ ഒരു പോസിറ്റിവിറ്റിയുടെ ഹയർ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് കിടക്കാം. എന്നിട്ട് കടന്നിട്ട് നമുക്ക് അതിലൂടെ ട്രാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത് കാണാം. അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുങ്ങും. ആദ്യം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ അത് അവസാനിക്കുക നിങ്ങൾ കറക്റ്റായിട്ട്, കാരണം നിങ്ങൾ ആ ഒരു ഫീലിങ്ങിൽ കൊടുക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ആരോടും വിഷമമില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, പകയില്ല, സംഗതികളൊന്നുമില്ല. അതിനാണ് നമ്മൾ ഫൊർഗീവ് ചെയ്യാൻ പറയുന്നത്. ബിക്കോസ് യു ഹാവ് ടു ബി ഇൻ ദാറ്റ് ഗുഡ് എനർജി, ഗുഡ് ഫീലിംഗ്.
so that you can attract money, so that you can attract more wealth, so that you can attract happiness. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? സോ ബി ഇൻ ദാറ്റ് സോൺ ലൈഫിൽ എപ്പോഴും. എന്തിനാണ് ഈ സെഷനൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കേൾക്കുന്നത്? ഇതൊക്കെ പലതവണ കേട്ടതായിരിക്കും, ഇനി എന്തിനാണ് ഞാൻ കേൾക്കുന്നത് എന്നുള്ള രീതിയിൽ പോലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതിന് പകരം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ് ദാറ്റ് ഐ ക്യാൻ റിമൈൻഡ് മൈസെൽഫ്. എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ, വീണ്ടും ഓർമ്മപ്പെടുത്താൻ ഈ അറിവുകൾ എന്നെ സഹായിക്കും. എന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ, എന്നെ വീണ്ടും ട്രാക്കിലേക്ക് കയറ്റാൻ. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ ബി ഇൻ ദ റൈറ്റ് ട്രാക്ക്. ദ ട്രാക്ക് ഓഫ് ലവ്, ട്രാക്ക് ഓഫ് ഹാപ്പിനെസ്, ട്രാക്ക് ഓഫ് ഗുഡ് ഫീലിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഓരോ സെക്കൻഡിലും എല്ലായ്പ്പോഴും ആ ഗുഡ് ഫീലിങ്ങിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലായ്പ്പോഴും അങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആവാൻ പറ്റിയാൽ അത്രയും നല്ലത്. ആവാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കും. ആൻഡ് ദാറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു കയറാം. ഇറ്റ്സ് ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുക, സാരമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കയറുക, ഫീലിങ്ങിലേക്ക് വരിക. വിഷമമുള്ള സംഗതി ഉണ്ടായി, ഒരാൾ വിഷമിപ്പിച്ചു, നമ്മൾ നെഗറ്റീവിലേക്ക് പോകും. സാരമില്ല, വേഗം ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വേഗം എന്താ പറയുക, നമ്മൾ അവർക്ക് ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ. എനിക്ക് എൻ്റെ സമാധാനത്തിന്, എൻ്റെ ഗോളിലേക്ക് പോകാൻ എനിക്ക് ഞാൻ റൈറ്റ് ട്രാക്കിൽ നിൽക്കണം. അതുകൊണ്ട് ഞാൻ ഗുഡ് ഫീലിങ്ങിൽ കൊണ്ടു നടക്കണം. അസൂയ അത് വേണ്ട, വെറുപ്പ് അത് വേണ്ട, പക അത് വേണ്ട, സങ്കടം അത് വേണ്ട, ദുഃഖിച്ചിരിക്കാൻ സംഗതികൾക്ക് ഉണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്ക് പറ്റില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്ത് സെൽഫ് ലവ് കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും, ഇങ്ങനെയൊക്കെ ഞാൻ വേദനിക്കുന്നുണ്ടെങ്കിലും, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ദേഷ്യവും ഉള്ളിൽ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നല്ലവനാണ്, ഞാൻ നല്ല വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രാക്ക് ബേസിക് അലൈൻമെൻറ്റ് ക്ലിയർ ആക്കുക. ഇനി ഇതൊക്കെ ക്ലിയർ ആക്കൽ അത്ര എളുപ്പമാണോ? അല്ല. ഇതെന്തുകൊണ്ടാണ് വീണ്ടും നമ്മൾ പഴയ ട്രാക്കിലേക്ക് പോകുന്നു? കാരണം ഇത്രയും കാലമായിട്ട് ശീലിച്ചത് അതാണ് ഒന്ന്. രണ്ടാമത്തത് ഒരു പാറ്റേൺ ഡെവലപ്പ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രോമ ഹീൽ ചെയ്യാതെ കിടക്കുന്നത് കൊണ്ട് അറിയാതെ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ട്രോമ ഹീൽ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ഹീൽ ചെയ്ത് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് വരുമ്പോൾ പരമാവധി നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യും? ഓപ്പൺ അപ്പ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നിങ്ങളുടെ ഫീലിങ്സ്, വാട്ട് യു ഫീൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെന്ത് കാണുന്നു, നിങ്ങളെന്ത് കേൾക്കുന്നു, നിങ്ങളെന്ത് ചിന്തിക്കുന്നു, നിങ്ങളെന്ത് എഴുതുന്നു, നിങ്ങളെന്ത് സംസാരിക്കുന്നു, ഇതെല്ലാം പോസിറ്റീവ് ആകട്ടെ, ഹയർ ഫ്രീക്വൻസി സംഗതികളാവട്ടെ. അപ്പോൾ നിങ്ങൾ റൈറ്റ് ട്രാക്കിലേക്ക് നിങ്ങൾ മാറും. ക്ലിയർ ആണോ? ആ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് നിങ്ങൾ വന്ന് റൈറ്റ് ട്രാക്കിലേക്ക് മാറി നിങ്ങൾ ചേഞ്ച് ആയി. അപ്പോൾ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ലൈഫിൽ വലിയ രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? സോ വെൻ യു ഹാവ് എ ഫിനാൻഷ്യൽ അവയർനെസ് ഇൻ യുവർ സെൽഫ്, വെൽത്ത് വിൽ അക്യുമുലേറ്റ്സ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അവയർനെസ് നിങ്ങളിൽ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് സമ്പത്ത് നിങ്ങളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും, കുമിഞ്ഞുകൂടും. അവയർനെസ് ഉണ്ടാവണം. ആ അവയർനെസ് എന്ന് പറയുന്നത് പണം, സമ്പത്ത് എന്നുള്ളത് നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായ രീതിയിൽ, വളരെ പോസിറ്റീവ്. എനിക്ക് കുടുംബത്തിനും ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പണം വേണം, എനിക്ക് പാവങ്ങളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പണം വേണം, എനിക്ക് നന്മ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം വേണം, എനിക്ക് നല്ല യാത്രകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള പണം വേണം. നല്ല പോസിറ്റീവായ രീതിയിൽ, അല്ലാതെ ആർത്തിയുടെ, ഗ്രീഡിൻ്റെ, അത് കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പിന്നാലെ ഇങ്ങനെ വല്ലാണ്ട് ഒബ്സസ്ഡ് ആയിട്ട് പോകുന്ന, അറ്റാച്ച്ഡ് ആയിട്ട് പോകുന്ന, അതെങ്ങാനും ചെറിയൊരു എമൗണ്ട് അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വറീഡാകുന്ന, അതിനോട് നിങ്ങൾക്കറിയാം ഒബ്സഷൻ എന്താണ്, അറ്റാച്ച്മെൻ്റ് എന്താണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അത് നിങ്ങളെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രെസ് ലെവലിലാണ് നിങ്ങൾ ആ പണത്തെ അട്രാക്റ്റ് ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങളിലേക്ക് വരാൻ പ്രയാസമുണ്ടാകും. വന്നു കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങൾ നിൽക്കില്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ബിക്കോസ് യു ആർ നോട്ട് ഇൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് മണി വിച്ച് ഇസ് കമ്മിങ്. നിങ്ങളിലേക്ക് വരുന്ന ആ പണവുമായി നിങ്ങൾ മാനസികമായിട്ട് എനർജറ്റിക് ലെവലിൽ നിങ്ങൾ എന്തല്ല, റൈറ്റ് ടേംസിലല്ല, നല്ല റിലേഷൻഷിപ്പിലല്ല ഉള്ളത്. അപ്പോൾ അത് നിങ്ങളിൽ നിൽക്കില്ല. അപ്പോൾ അത് മാറ്റണം. സോ യു ഹാവ് ടു ഹാവ് എ റൈറ്റ് അവയർനെസ്, ഗുഡ് ഫീലിങ്ങോട് കൂടിയിട്ടുള്ള അവയർനെസ്. ആൻഡ് പണം കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ ഗിവ് ആൻഡ് റിസീവ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് ഗിവ് ആൻഡ് റിസീവ്, പണം ലഭിക്കുന്ന സമയത്തും കൊടുക്കുന്ന സമയത്തും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് എനിക്കിത് കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ, അത്രയും വലിയൊരു ലെവലിലേക്ക് ഞാൻ എത്തിയല്ലോ, അത്രയും നല്ല രീതിയിൽ ബ്ലെസ്ഡ് ആണല്ലോ, ഒരു സമയത്ത് ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, ഞാൻ അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണല്ലോ, മറ്റു പലർക്കും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ, ഞാൻ കൊടുക്കുകയാണ്. ഒരു ഓട്ടോക്കാരന് കൂലി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി കൊടുക്കുക. യു ജസ്റ്റ് ഗിവ് ദം വിത്ത് ലവ്. കാരണം അവർ നിങ്ങൾക്ക് ആ ഒരു ജോലി ചെയ്തതിനാണല്ലോ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ച് സന്തോഷത്തോടു കൂടി കൊടുക്കുക, സമാധാനത്തോടു കൂടി കൊടുക്കുക, കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കുക.
അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുമ്പോൾ പോലും ഇതെനിക്ക് കിട്ടാൻ ഞാൻ അർഹിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുന്ന രൂപത്തിൽ വാങ്ങാതെ താങ്ക് യു സോ മച്ച് എന്ന് പറയാം പണം വാങ്ങുന്ന സമയത്ത്. ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് പണം വാങ്ങും. അപ്പോൾ ഗുഡ് ഫീലിംഗ് ആണ്, ഗുഡ് മണിയാണ്. ആ പണത്തെ നിങ്ങൾ വെൽക്കം ചെയ്ത രീതി വളരെ ഇഷ്ടത്തോടു കൂടി, വളരെ പ്രണയത്തോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടിയാണ് വെൽക്കം ചെയ്തത്. സോ ആ പണം നിങ്ങളിലേക്ക് എന്ത് ചെയ്യും? വളരെ നല്ല രീതിയിലേക്ക് നിങ്ങളിലേക്ക് വരും. ക്ലിയർ ആണല്ലോ? അത് നിലനിൽക്കുകയും ചെയ്യും. കാരണം ആ പണത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഹ്യൂമിലിറ്റിയോട് കൂടി, വിനയത്തോടു കൂടി, അഹങ്കാരിയായിട്ടല്ല. സോ ആ പണം നിങ്ങളിൽ നിലനിൽക്കും. അതല്ലാത്ത പണം നിലനിൽക്കില്ല. മനസ്സിലാവുണ്ടോ? ഗിവ് ആൻഡ് റിസീവ് വെൽത്ത് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പണത്തെ സ്വീകരിക്കണം. ആൻഡ് ഗിവ് മണി ടു യുവർ പാരൻസ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് സ്മോൾ എമൗണ്ട്. അടുത്ത സംഗതിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പണം കൊടുക്കണം. മാതാപിതാക്കൾ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആയിട്ട് നിങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ട് കാര്യമില്ല. ഹെൽപ്പ് ദം, ഗിവ് ദം സം മണി. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സിബ്ലിങ്സിന്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? പണം കൊടുത്ത് സഹായിക്കുക എന്ന് വിചാരിച്ചിട്ട് കണ്ടിന്യൂസ്ലി കൊടുത്തുകൊണ്ട് അവരെ വഷളാക്കുക എന്നുള്ളതല്ല. ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാരൻസിന് നിങ്ങൾ പണം കൊടുക്കുക. അത് നിങ്ങൾക്ക് വല്ലാത്തൊരു ഫിനാൻഷ്യൽ അവയർനെസ്സും ഫിനാൻഷ്യൽ കോൺഫിഡൻസും നിങ്ങളിൽ വർദ്ധിപ്പിക്കും. അത് കൂടുതൽ പണം ഉണ്ടാക്കാനും കൂടുതൽ പണം അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് ഹയർ ഫ്രീക്വൻസി എനർജി നിങ്ങളിൽ അത് ക്രിയേറ്റ് ചെയ്യും. നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫുകളും നിങ്ങളുടെ പണം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബ്ലോക്കുകളൊക്കെ, ഇമോഷണൽ ബ്ലോക്കുകളൊക്കെ അത് റിമൂവ് ചെയ്യാൻ സഹായിക്കും. ഗിവ് മണി ടു യുവർ പാരൻസ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ സ്മോൾ എമൗണ്ട്. ചെറിയ പൈസയാണെങ്കിലും കൊടുക്കുക. ജസ്റ്റ് ഗിവ് ദം ബിക്കോസ് അവരാണ് നിങ്ങളെ ഈ ലോകത്തേക്ക് പഠിച്ചു വിട്ടിട്ടുള്ളത്. അവരാണ് നിങ്ങളെ ഈ ലോകത്തേക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാവാൻ കാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവർ. നിങ്ങളെ വളർത്തിയത് അവരാണ്. ദേ ഡിസേർവ് ദാറ്റ്. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് ചേഞ്ചും നിങ്ങളിൽ ഉണ്ടാകും. സോ ഗോ ആൻഡ് ഗിവ് സം മണി. അത് സന്തോഷത്തോടു കൂടി, ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി കൊടുക്കുക. ആൻഡ് ഡു ചാരിറ്റി. ഇറ്റ് വിൽ ഗിവ് എൻ അബണ്ടന്റ് മൈൻഡ് സെറ്റ്. അതായത് ചെറിയ രീതിയിൽ നിങ്ങൾ ചാരിറ്റി ചെയ്യണം. ചെറിയ രീതിയിൽ എന്നല്ല, വലിയ രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ രീതിയിൽ ചെയ്യാം. ഈ സബ്ജക്ട് ഏറ്റവും ചെറിയ നിങ്ങൾക്ക് വെച്ചാൽ ചാരിറ്റി കൊടുക്കാൻ പറ്റുന്ന, അർഹിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ കൊടുക്കുക. അതിനായിട്ടൊരു പണം മാറ്റി വയ്ക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിൽ നിന്ന് നിങ്ങൾ ചാരിറ്റി കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഇല്ലായ്മ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അബണ്ടൻസ് ഇല്ല എന്നുള്ളതാണ്. ഉള്ളതിൽ നിന്ന് എന്താണോ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. ഉള്ളത് എന്താണെങ്കിലും അത് വീട്ടിലൊരാൾ കൈ നീട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൊടുത്തിട്ട് വിടാവൂ. അപ്പം നിങ്ങൾ ചിന്തിക്കും, കടം ചോദിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം അവരെ നശിപ്പിക്കാൻ. നോ, അതല്ല. സഹായം ചാരിറ്റി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കടം കൊടുക്കരുത്. നിങ്ങൾ സഹായം ചെയ്താൽ മതി. സഹായം ചെയ്താൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. തിരിച്ചാ എമൗണ്ട് പ്രതീക്ഷിക്കരുത്. കടം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തിരിച്ച് പ്രതീക്ഷിക്കുമ്പോൾ കടം കൊടുക്കുന്നത് പലപ്പോഴും എന്താ വെച്ചാൽ നല്ല ഹാബിറ്റല്ല. അത് കൊടുക്കുന്നതും കുറേ ആൾക്കാർക്ക് മോശം ഒരു ദുശ്ശീലമായി മാറിയിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് വാങ്ങാൻ കഴിയില്ല. അത് മാത്രമല്ല, കടം കൊടുത്തിട്ട് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. 1 2 പ്രാവശ്യം കടം കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ശീലമാക്കുന്ന ആൾക്കാരുണ്ട് കടം ചോദിക്കുന്നത്. നിങ്ങളടുത്ത് കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദിച്ച് അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ ചോദിക്കും. പിന്നീട് എന്താ വെച്ചാൽ അത് നേരത്തെ തരും. 2 ദിവസം 3 പ്രാവശ്യം നേരത്തെ തരും. പിന്നെ വലിയൊരു എമൗണ്ട് ചോദിക്കും. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഒരാളെ നശിപ്പിക്കാൻ എന്ത് ചെയ്യരുത്? സഹായിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ചില സ്ഥലത്ത് നോ പറയാൻ പഠിക്കണം. പക്ഷേ യു ഡു ദ ചാരിറ്റി. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? വല്ലാത്തൊരു അബണ്ടന്റ് മൈൻഡ് സെറ്റ് നൽകും. എന്താ കാരണം? നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി ഒരു ഫീലിംഗ് വരും, ഞാൻ സേഫാണ്. അതൊരു നാച്ചുറൽ ഫീലിംഗ് ആണ്. ഞാൻ ഒരു നന്മ ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ ഈ പ്രപഞ്ച ശക്തി ഉണ്ടാകും, അല്ലെങ്കിൽ നല്ല കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ധൈര്യം വരും, നമുക്കൊരു മനോധൈര്യം. അതൊരു ഹയർ ഫ്രീക്വൻസി ഫീലിംഗ് ആണ്. അത് നിങ്ങളുടെ അബണ്ടൻസിലേക്ക് എന്ത് ചെയ്യും? വല്ലാതെ നയിക്കും. ക്ലിയർ ആണോ? ആർ യു എൻജോയിങ് ദ സെഷൻ? ഇസ് ഇറ്റ് യൂസ്ഫുൾ? പുതിയ നോളജ് കിട്ടുന്നുണ്ടോ? ഹലോ, അനുഭവമുണ്ട്. യെസ്, പുതിയ നോളജ് കിട്ടുന്നുണ്ട്. ജസ്റ്റ് കമന്റ് ഡൗൺ. ഗിവ് മീ സം എനർജി, ഗിവ് മീ സം സപ്പോർട്ട്. നിങ്ങൾ എത്ര കണ്ട് അബണ്ടൻ്റ് ആണെന്ന് നോക്കട്ടെ. നിങ്ങൾ ഒരു കമൻറ്റ് കൊടുക്കാൻ മാത്രം പിശുക്കന്മാരാണോ നോക്കട്ടെ. എനിക്കിവിടെ 130 കമൻറ്റുകൾ കിട്ടണം. എനിക്ക് ഐ വാണ്ട് എവ്രിബഡി ടു കമൻറ്റ്. ഡോണ്ട് ബി ദാറ്റ്. ഗീവ് കമൻറ്റ്. ചില കഴിയാത്തവരുണ്ടാവും കേട്ടോ. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. കഴിയാത്തവരുണ്ടെങ്കിൽ, കമൻറ്റ് ചെയ്യാൻ കഴിയാത്തവർ, അറിയാത്തവരുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വിഷമിക്കണ്ട. മനസ്സുകൊണ്ട് വിഷ് ചെയ്താൽ മതി, ആഗ്രഹിച്ചാൽ മതി. വെരി ഗുഡ്, കണക്റ്റഡ്. സോ യൂണിവേഴ്സിൻ്റെ ട്രാക്കിൽ കണക്റ്റ് ആയിട്ട് നിൽക്കട്ടോ. ഈ സെഷൻ തീരുന്നത് വരെ എന്നല്ല, തീർന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ അങ്ങനെ കണക്റ്റഡ് ആയി നിൽക്കണം. അപ്പം ഞാൻ ചോദിച്ച മറുപടി അപ്പം വരട്ടെ. ഗിവ് ലവ്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരട്ടെ. അതിലേക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളെ. ഓക്കെ? കാരണം പലപ്പോഴും പ്രോഗ്രാമിൽ ഇരിക്കുമ്പം വെറുതെ ഇരുന്നിട്ട് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ പോലെ ആവരുത്.
യു ഹാവ് ടു ചേഞ്ച്, യു ഹാവ് ടു ബി ഡിഫറെൻറ്റ്. അപ്പം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ശരിക്കും പവർ ഫെയിലിയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പവർ കേബിൾ ഒന്ന് കണക്ട് ചെയ്യട്ടെ. ജസ്റ്റ് ഗിവ് മീ, നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ് വാട്ട് ആർ യു ഫീലിംഗ്. ഇപ്പോൾ ഇതുവരെ പഠിച്ചതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇതിൽ നിന്ന് ഏറ്റവും മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്തേ. പാരൻസിന് പണം കൊടുക്കുന്നതാകാം, വേറെ എന്തെങ്കിലും ആയിരിക്കാം. എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തില്ല, ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓൾ റൈറ്റ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കമൻറ്റ് എന്താണെന്ന് നോക്കാം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുക. ഓക്കെ, ഗിവ് ആൻഡ് റിസീവ് മണി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. വെരി ഗുഡ്. ഡു ചാരിറ്റി ആൻഡ് ഗിവ് ടു പാരൻസ്. വെരി ഗുഡ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ഗിവ് മണി, ഗുഡ് ഫീലിംഗ്. ഓക്കെ, പാരൻസ് അബണ്ടൻറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. പാരൻസിനെ പറയുമ്പോൾ കണ്ണു നിറയുന്നു. ഓക്കെ, ഗിവ് ആൻഡ് റിസീവ് വെൽത്ത്. ഓക്കെ, വെരി ഗുഡ്. ഓൾ റൈറ്റ്. സോ ഇനി അടുത്തത് എന്താണ്? നമുക്ക് പുതിയ നോളജിലേക്ക് നമുക്ക് പോകാം. അടുത്ത പോയിന്റിലേക്ക് കിടക്കാം അല്ലേ? ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ വെൽത്ത് ക്രിയേഷൻ എന്ന് വെച്ചാൽ നോളജ് ആൻഡ് ഐഡിയ ഇസ് ഇക്വൽ ടു വെൽത്ത്. പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിവാണ് നമ്മുടെ പ്രോബ്ലം. ഇപ്പോൾ ഒരു 5 കോടി ഒരു നമ്മളുടെ MA യൂസുഫ് അലി സാഹിബിന് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമില്ല. നിങ്ങൾക്കൊരു 5000 രൂപ ഉണ്ടാക്കുക എന്നുള്ളതും പ്രയാസമുള്ള കാര്യമല്ല. സ്വർണം. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ 5 കോടി പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കാം. അപ്പോൾ അതെന്താണ് സംഗതി എന്താണ്? അദ്ദേഹത്തിന് പ്രയാസമില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹവും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത് നമുക്കത് പ്രയാസമാകുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺസെപ്റ്റാണ്. പ്രയാസമല്ല ഈ സംഗതി. വ്യത്യാസം എന്താ വെച്ചാൽ പ്രയാസത്തിൻ്റെ വ്യത്യാസമല്ല. അദ്ദേഹത്തിന് എളുപ്പമാണ്, നമുക്ക് പ്രയാസം അങ്ങനെയല്ല. അദ്ദേഹത്തിന് അറിയുന്ന ഒരു അറിവ് നമുക്കറിയില്ല. അദ്ദേഹത്തിന് നമുക്ക് 5000 രൂപ ഉണ്ടാക്കാനുള്ള അറിവില്ലേ? ഒരു അവയർനെസ് ഇല്ലേ? 5000 രൂപ ഉണ്ടാക്കാനുള്ള അവയർനെസ് ഇല്ലേ നമുക്ക്? അത് ഈസി അല്ലേ? സ്വർണ്ണോ? ഒരു 2000 രൂപ ഉണ്ടാക്കാനുള്ള, ചിലർക്ക് അതും പ്രയാസമുള്ളവരുണ്ടാകും. പക്ഷേ മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? എന്നാൽ ഒരു തെരുവിൽ യാചിക്കുന്ന ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്ന 5000 അല്ലെങ്കിൽ 10000 ഉണ്ടാക്കാൻ അവന് എളുപ്പമാണോ? അവനത് അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ നമുക്കെന്താ വെച്ചാൽ നമുക്ക് ആ അവയർനെസ് ഇല്ലാത്തതാണ്. നമുക്ക് 100 രൂപയുടെ അവയർനെസ് ഉണ്ടോ? ഈസി ആയിട്ട് 100 രൂപ ആരുടെ നിന്ന് വേണമെങ്കിലും ചോദിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്താൽ കിട്ടും. നമുക്കറിയാം 100 രൂപ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 500 രൂപ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 1000 രൂപ ഉണ്ടാക്കാം. കാരണം നമുക്ക് അത് അറിയാം. നമുക്കതിൻ്റെ അവയർനെസ് ഉണ്ട്, അതിൻ്റെ നോളജ് ഉണ്ട്, അതിന് വഴി അറിയാം. അപ്പോൾ ഒരു വഴി അറിയുക എന്നുള്ളതാണ് അവയർനെസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എങ്ങനെ അത് ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ അതിന് എന്താ വേണ്ടത്? ഇറ്റ്സ് നത്തിങ് ബട്ട് എ നോളജ് ഡിഫറൻസ്. നോളജ് ആൻഡ് ഐഡിയ ഇസ് ഇക്വൽ ടു വെൽത്ത്. പണം ഉണ്ടാക്കാനുള്ള ഒരു അറിവും അതിന് വേണ്ട ഒരു വഴി, ഐഡിയ എന്ന് പറയുന്ന ആശയം, അത് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, മറ്റുള്ളവൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന, മറ്റുള്ള ഒരാളുടെ കയ്യിൽ കിടക്കുന്ന, കീശയിൽ കിടക്കുന്ന പണം നമ്മളിലേക്ക് എത്താൻ നമ്മൾക്ക് എന്താണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ആശയമുള്ളത്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയം എന്താണുള്ളത്, സൊല്യൂഷൻ എന്താണുള്ളത്, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ അവരെ സഹായിക്കാം. നിങ്ങൾക്ക് ഈ മോർണിംഗ് ക്ലാസ് ഞാൻ നൽകുന്നത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ്. സ്വർണ്ണോ? മെഡിറ്റേഷൻ ചെയ്ത് തന്നിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ പലർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നൽകുമ്പോൾ എന്താണ്? ഇതെൻ്റെ ഒരു ആശയമാണ്. ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ എൻ്റെ അടുത്ത് നിന്ന് എന്നെ ഇങ്ങനെ പറയുക, മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടും, അവരെന്നെ അറിയും, ഞാനിങ്ങനെ ക്ലാസ് കൊടുക്കുന്ന ആളാണ്, എൻ്റെ അടുത്ത് ഒരു കോഴ്സ് ഉണ്ട്, സംഗതികളുണ്ട് എന്നുള്ളത് അറിയാൻ അതൊരു വഴിയൊരുക്കും. അത് അറിയിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിരന്തരം അവരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അബ്സല്യൂട്ട്ലി ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ പരിഹരിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ, അവർക്കത് ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. ഇതാണ് ആശയം. സിമ്പിളാണ് ആ ആശയം. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിയായിട്ട് മാറുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു ഐഡിയ. യു നീഡ് ടു ഹാവ് എൻ ഐഡിയ. പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ വേണം, ആശയം വേണം. എന്ത് വഴി, എന്ത് പ്രോബ്ലം, ഐഡിയ എന്ന് പറഞ്ഞാൽ ഏത് പ്രോബ്ലം സോൾവ് ചെയ്യും, നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് മറ്റുള്ളവർക്ക് സഹായിക്കാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡ്രസ്സ് വിൽക്കുന്ന ആൾ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്ത് കൊടുക്കുന്നത്? ഡ്രസ്സ് വിൽക്കുന്ന ആൾ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഡ്രസ്സ്
ഇത്രയും നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഉണ്ട് എന്നുള്ളത് അറിയാതിരിക്കാം, പക്ഷെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഒരു പ്രൊമോഷൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡ്രസ്സിങ് ഉണ്ട് എന്നുള്ളത് നടത്തി കൊടുക്കുമ്പോൾ അത് അയാളുടെ പ്രയാസം നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോറൂം നടത്തുന്ന ഒരാളെന്ന് വെച്ചാൽ തിരുപ്പൂരും അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ പല നാട്ടിലും മറ്റൊരു മുംബൈയിലും ഡൽഹിയിലും ഒക്കെയുള്ള കിട്ടുന്ന ഡ്രസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അവിടെ പോയി യാത്ര ചെയ്തിട്ട് ഇവിടേക്ക് എത്തിക്കുന്നു എന്ന സഹായമാണ്. നിങ്ങൾ ഇവിടുന്ന് നേരെ 2 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടോ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നു. അയാൾ നിങ്ങളെ എങ്ങനെ സഹായിച്ചു ആ ഡ്രസ്സ് എത്തിക്കാൻ? അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ള സഹായമാണ്. ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ് അദ്ദേഹം ചെയ്തത്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ഏത് രീതിയിലാണ്, അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, നിങ്ങൾ ആ ക്യാഷ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിൽ തന്നെ നല്ല കളക്ഷൻസ്, നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള നിറങ്ങളിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ ആ പണം കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ പണം മറ്റുള്ള ഒരാളുടെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ വാട്ട് യു നീഡ് നെക്സ്റ്റ് ഈസ്, ഇറ്റ്സ് നോട്ട് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഹാർഡായിട്ട് ഭയങ്കര ഒരു പ്രയാസമായ ഒരു കാര്യമല്ല. നിങ്ങൾക്കൊരു വഴി, ഒരു ആശയം ഉണ്ടായാൽ മതി. പ്ലസ് പണം ഉണ്ടാക്കാനുള്ള ഒരു നോളജ്, ഇതെങ്ങനെ പണമാക്കി മാറ്റാം, ഇതിലെങ്ങനെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള നോളജ്, ഇതിൽ ഇത്ര ലാഭം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള നോളജ്, ബിസിനസ് നോളജ്, ആ നോളജ് നിങ്ങൾക്കുണ്ടാവും. അതിനാണ് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് വരി, നിങ്ങളെ പഠിപ്പിക്കാം. ഐ എം റെഡി ടു ടീച്ച് യു. ഇന്ന് നിങ്ങൾക്ക് അവയർനെസ്സിനെ കുറിച്ചും സംഗതികളെക്കുറിച്ചും അബണ്ടന്റ് മൈൻഡ് സെറ്റിനെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും എനർജി ഫ്രീക്വൻസി മാച്ച് ആക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. അതൊരു സൈഡിൽ വേണം. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് മാത്രം ഉണ്ടായിട്ടതുകൊണ്ട് എന്തില്ല, നമുക്ക് അതും വേണം. അതിൻ്റെ കൂടെ നിങ്ങളെ സഹായിക്കാൻ കാറ്റലിസ്റ്റ് ആയിട്ട്, അതിലേക്ക് ഒരു ലെവറേജ് ആയിട്ട്, ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് പോകാൻ ഒരു വഴി നിങ്ങൾക്ക് വേണം. ആ വഴി എങ്ങനെ കണ്ടെത്തും? ആ വഴി കണ്ടെത്താനാണ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ, ആ അവയർനെസ് ഐഡിയകൾ, എങ്ങനെ നല്ലൊരു ബിസിനസ് ഐഡിയ, വർക്ക് ചെയ്യുന്നൊരു ബിസിനസ് ഐഡിയ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് ഐഡിയ, നിങ്ങളെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് ഐഡിയ, നിങ്ങളെ കോൺടാക്ട്സിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് ഐഡിയ, നിങ്ങൾക്ക് അനുഭവ സമ്പത്തുള്ള സംഗതിനെ ബിസിനസ് ഐഡിയയ്ക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? നിങ്ങളുടെ ഇത്രയും കാലത്തെ അനുഭവ സമ്പത്ത്, നിങ്ങളുടെ ഇത്രയും കാലത്തെ അറിവ്, നിങ്ങളുടെ ഇത്രയും കാലത്തെ നോളജ്, നിങ്ങളുടെ ഇത്രയും കാലത്തെ കണക്ഷൻസ്, നിങ്ങൾ ഇത്രയും കാലത്തെ വർക്കിലുള്ള എക്സ്പീരിയൻസ്, ഇതിനെയൊക്കെ എങ്ങനെ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയയ്ക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? യെസ്, പറ്റും. അതിന് നമ്മൾ പ്രത്യേക രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ ഒരു പ്ലാൻ, അതിനു വേണ്ടിയുള്ള നോളജ് വർദ്ധിപ്പിച്ച് അതൊരു പ്ലാനാക്കി മാറ്റിക്കഴിഞ്ഞാൽ, അത് എന്നിട്ട് നിങ്ങൾ ജെനുവിനായിട്ട് സിൻസിയർ ആയിട്ട് സർവീസാക്കി ഡിസൈൻ ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് പ്ലാനാക്കി മാറ്റിയിട്ട് നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മണി വിൽ കം ടു യുവർ ലൈഫ്. മനസ്സിലാവുണ്ടോ? മണി വിൽ കം ഫാസ്റ്റർ. അപ്പോൾ അതിനാണ് നമ്മൾ എന്താ വെച്ചാൽ പ്രോഗ്രാമിലേക്ക് നിങ്ങളോട് വരാൻ പറഞ്ഞത്. ജസ്റ്റ് കം ആൻഡ് ജോയിൻ ദ പ്രോഗ്രാം. പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. ആ പ്രോഗ്രാമിനെ അറിയാലോ, അതായത് ബിസിനസ് എക്സലൻസ് വർക്ക്ഷോപ്പാണ്, 5 days പ്രോഗ്രാമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ പങ്കെടുക്കുക. പങ്കെടുത്തിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക്, കാരണം പണം എന്ന് പറയുന്നത് ലൈഫിൽ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. സമ്പത്ത് എന്ന് പറയുന്നത് ആവശ്യമുള്ള കാര്യം. കാരണം പണം ജീവിതത്തിൽ ഒരുപാട് ഈസിയാക്കും. പണം വന്നു കഴിഞ്ഞാൽ മനസ്സമാധാനം, ഒരുപാട് കാര്യങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാക്കാൻ പറ്റും. അതില്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരുപാട് കുടുംബങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് ഭാര്യയ്ക്ക് ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള പണം അവൈലബിൾ ആവുന്നില്ല. ഭർത്താവിനെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ, ഭർത്താവിനോട് ചോദിച്ചാൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നില്ല. മക്കൾക്ക് വീട്ടിൽ ദുഃഖമാണ്. കാരണം തൊട്ടപ്പുറത്തുള്ള കുട്ടികളും അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ, അവർക്കുള്ള സൗകര്യങ്ങൾ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ കഴിയാത്തത് സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ്സ് പിന്നെ എന്ത് ചെയ്യും, ബന്ധങ്ങളിലേക്കും കമ്മ്യൂണിക്കേഷനിലേക്കും റിലേഷൻഷിപ്പ് ഇഷ്യൂസിലേക്കൊക്കെ പോകും. കാരണം വീട്ടിൽ സമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ സേഫ്റ്റി ഫീൽ ചെയ്യണം. സേഫ് ഒരു വീട്ടിലെ ഒരു മക്കൾക്കായിക്കോട്ടെ, ജീവിത പങ്കാളിക്കായിക്കോട്ടെ, ആദ്യം ഫീൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരാളുടെ കൂടെ ജീവിക്കുമ്പം അയാളുടെ കൂടെ ജീവിക്കും സേഫ്റ്റി ഫീൽ ചെയ്യുക എന്നുള്ളത്. എന്താണ് സേഫ്റ്റിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്? നല്ലൊരു വീട്, നല്ലൊരു സാമ്പത്തിക അന്തരീക്ഷം, അല്ലെങ്കിൽ നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല സൗകര്യം, ഇതെല്ലാം നടക്കണം. അത് നടക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സാമ്പത്തിക അന്തരീക്ഷം ഉണ്ടാവണം, നല്ലൊരു സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവണം. സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ, നോളജ് സംഗതികളൊക്കെ വേണം. ഫോർ ബിസിനസ് ക്ലാസ് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജെറി പറയും ദിസ് വീക്ക് ഈസ്റ്റർ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ബിസിനസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഡോണ്ട് വറി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് അയച്ചു തരാം. ക്ലാസ്സിൻ്റെ റെക്കോർഡ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, റെക്കോർഡ്സുകൾ കേൾക്കുകയും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ ഒരു ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പ്രൈസ് ചിലപ്പോൾ നമ്മൾ കൂട്ടിയേക്കാൻ, കാരണം നമുക്ക് എക്സ്പെൻസും മറ്റുള്ള കാര്യങ്ങൾ കൂടുന്നത് കൊണ്ട്, ബിക്കോസ് വി വാണ്ട് ടു സെർവ് യു ബെറ്റർ. പക്ഷേ ഇപ്പോൾ ഒരു അവസരമാണ്. ബുക്ക് നൗ. ഓക്കെ, ബുക്ക് നൗ ആൻഡ് ജോയിൻ ദ പ്രോഗ്രാം. ഓക്കെ, എനിക്കതാണ് പറയാനുള്ളത്. ക്ലാസ്സിൻ്റെ റെക്കോർഡ്സുകൾ കേൾക്കാം. പുറമെ നമ്മൾ ലൈവായിട്ടുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് ഒക്കെ വേറെയും ആഡ് ചെയ്യും. ഓക്കെ, 28-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 8 മണി മുതൽ ഒരു 10 മണി വരെയുള്ള സമയത്തിനിടയിലാണ്. 8 മണി മുതൽ 9 വരെ ക്ലാസ് ഉണ്ട്. പിന്നെ ഇൻട്രാക്റ്റീവ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന വെൽത്ത് ക്രിയേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. നോളജ്
ആൻഡ് ഐഡിയ. നല്ല അറിവ്. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് എന്താണ്? ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് വന്നു, അവർ പണമുണ്ടാക്കി. ആമസോൺ നല്ലൊരു ഐഡിയ ആയിട്ട് വന്നു. ആശയങ്ങൾക്കാണ് ഇന്നത്തെ കാലത്ത് സമ്പത്തുണ്ടാകുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദ റിച്ച് ഈസ് ദ നോളജ് ഡിഫറൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മണി മേക്കിംഗ് ഈസ് നോട്ട് എ പ്രോബ്ലം ഓഫ് ഹാർഡ് വർക്ക്, ഇറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് ലാക്ക് ഓഫ് നോളജ്. പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഓഫ് ഹാർഡ് വർക്ക്. ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരു സംഗതിയല്ല. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള അറിവ് നേടാത്തതിനുള്ള ശിക്ഷയാണ് കഷ്ടപ്പാടെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എളുപ്പത്തിൽ കാര്യങ്ങൾ എളുപ്പമാക്കാനുള്ള ടൂളുകൾ ഇവിടെയുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, മാർക്കറ്റ് ചെയ്യാം, കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. ഇതൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഈ ലോകത്ത് അവൈലബിൾ ആണ്. ഒരു റൂമിൽ ഇരുന്നിട്ട് എവിടെ ഇരുന്നിട്ടും യാത്ര ചെയ്തിട്ടും നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള അവസരമുണ്ട്. ഒരു കമ്പ്യൂട്ടറും ഒരു ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ എന്നിട്ടും നിങ്ങളെന്ന് വെച്ചാൽ ഹാർഡായിട്ട് എല്ലാ ദിവസവും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് മറ്റുള്ള ആൾക്കാർ അവർ പറയുന്ന സമയത്ത് വർക്ക് ചെയ്ത്, അവർ പറയുന്ന രീതിയിൽ വർക്ക് ചെയ്ത്, അവർ പറയുന്നതെല്ലാം കേട്ട് സ്ട്രെസ് അടിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് സംഗതികളിലൂടെ വർക്ക് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യാം, ഇഷ്ടമുള്ള വരുമാനം തീരുമാനിക്കാം. നിങ്ങളുടെ പണത്തിൻ്റെ വരുമാനം തീരുമാനിക്കുന്ന മറ്റുള്ളവരല്ല. ആ ഒരു ഫ്രീഡത്തിലേക്ക്, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും ലൊക്കേഷൻ ഫ്രീഡത്തിലേക്കും എനർജി ഫ്രീഡത്തിലേക്കും അതേപോലെ തന്നെ ടൈം ഫ്രീഡത്തിലേക്കും നിങ്ങൾ മാറണം. സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ടൈം ഫ്രീഡം. അവരിഷ്ടമുള്ള സമയത്ത് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്നാലേ ലൈഫ് ഉണ്ടാവുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് ഒരു സമാധാനം, സന്തോഷം, സുഖമൊക്കെ ഉണ്ടാവുക. അത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ട്രാവൽ ചെയ്യാൻ പറ്റണം. എത്രയോ ആൾക്കാർക്ക് കമ്പനിയിലെ മാനേജർമാർ ലീവ് കൊടുക്കാത്തതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ വാട്ട് ഈസ് ഇറ്റ്? ഈസ് ഇറ്റ് എ ലൈഫ്? അതൊരു ലൈഫാണോ? ഓ, അതങ്ങനെയാണ്, അങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് നേടുന്നു? അങ്ങനെ സാക്രിഫൈസ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് യുവർ ചോയ്സ്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കണം. പിന്നെ വേറൊരു ആഗ്രഹം നിങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കാൻ പാടില്ല. അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ അധികം ആൾക്കാർക്കെന്ന് വെച്ചാൽ ഈ ഒരു മിഡിൽ ക്ലാസ്, വർക്കിംഗ് ക്ലാസ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു തിങ്ക് ഡിഫറെൻ്റ്ലി, യു ഹാവ് ടു ചേഞ്ച്. അപ്പോൾ അവസരങ്ങളുണ്ട്, ടൂളുകളുണ്ട്. ഇന്നിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അപ്ലോഡ് ചെയ്യാനുള്ള സ്പീഡ് പണ്ട് 2012 ഇൻ്റർനെറ്റിൻ്റെ സ്പീഡല്ല. യു ജസ്റ്റ് പ്രസ് ദ ബട്ടൺ, ഇറ്റ് വിൽ അപ്ലോഡ് വിത്തിൻ മിനിറ്റ്സ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇത് റെക്കോർഡിംഗ് ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ആകുന്നത് വിത്തിൻ സെക്കൻഡ്സാണ്. പണ്ടൊക്കെ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുത്തിട്ട് ഇത്രയും സമയമുള്ള വീഡിയോ ഡൗൺലോഡ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ്, 7 മിനിറ്റ്സ്, 5 മിനിറ്റ്സ് കൊണ്ട് ഇത് അപ്ലോഡ് ആവുന്നുണ്ട്. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള സംഗതികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഫാസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ അത്രയും ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിന് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ChatGPT എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ഞാൻ ഇട്ടിട്ട് ജസ്റ്റ് ഒരു കമാൻഡ് കൊടുക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ തലേ ദിവസം കൊടുത്ത കമാൻഡിൽ ചെറിയൊരു 1-2 എഡിറ്റ് നടത്തി കഴിഞ്ഞാൽ പുതിയ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എഴുതി തരികയാണ്. ആരുടെ വർക്കാ? ഒരു കോണ്ടന്റ് റൈറ്റർ 10,000, 10,000, 20,000, 30,000 രൂപ ശമ്പളം വാങ്ങിച്ചിട്ട് എഴുതുന്നതിനേക്കാളും ഉഷാറായിട്ട് എഴുതി തരികയാണ്. സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റിൽ ഓരോന്നിലേക്കും ഇത് ഇറ്റ്സ് ഈസി. ഞാൻ പറയുന്നത് ഓരോ എക്സാമ്പിൾസ് പറയാം. അതായത് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ, സംഗതികൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. യു ഹാവ് ടു യൂസ് ഇറ്റ്. ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ വർക്കിന് നിങ്ങൾക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അറിയോ? നോ മീ, ലൈക്ക് മീ, ട്രസ്റ്റ് മീ, ദെൻ ഓൺലി ബൈ ഫ്രം മീ. എന്നെ അറിയുക, എന്നെ ഇഷ്ടപ്പെടുക, എന്നെ നിങ്ങൾ വിശ്വസിക്കുക, എന്നിട്ട് മാത്രം എൻ്റെ അടുത്ത് വാങ്ങിച്ചാൽ മതി. സോഷ്യൽ മീഡിയ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും, നിങ്ങളെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും, നിങ്ങൾക്ക് കൈയടിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ആ ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടും. ആ ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ, കണ്ടന്റുകൾ, കാര്യങ്ങൾ, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ പേജിലൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ എന്ത് ചെയ്യും? നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ജെനുവിൻ ആയിട്ടുള്ള, വളരെ കെയറിങ് ആയിട്ടുള്ള നിങ്ങളോട് ക്ലോസ് ആയിട്ട് ഒന്നുകൂടെ കൂടുതൽ കണക്ഷൻ ബിൽഡ് ആവും, റിലേഷൻഷിപ്പ് ബിൽഡ് ആവും, അവിടെ ട്രസ്റ്റ് ഫോം ചെയ്യും. ആ ട്രസ്റ്റ് ഫോം ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നിങ്ങളടുത്ത് ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടോ അല്ലാതെയോ നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റോ വേണമെങ്കിൽ അവർക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ബൂം, ഒറ്റയടിക്ക് എന്ത് ചെയ്യും? വിറ്റുപോകും. ആൻഡ് യു ക്യാൻ മേക്ക് മണി
വിത്തിൻ 1 day. ഒരു ദിവസം 1 ലക്ഷം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ക്യാൻ യു? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. അതിന് വേണ്ടത് മാർക്കറ്റാണ്, ഓഡിയൻസാണ്, കസ്റ്റമേഴ്സാണ്, ആൾക്കാരാണ്. ബിക്കോസ് നിങ്ങളുടെ പണം കിടക്കുന്നത്, നിങ്ങൾക്ക് 1 ലക്ഷം വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 1 ലക്ഷം ഏൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മിനിമം അത്രയും നമ്പർ ആൾക്കാരിലേക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളൊരു 1 ലക്ഷം ആൾക്കാർ വാല്യൂ കൽപ്പിക്കുന്ന 1 ലക്ഷം വാല്യൂ വരുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, നിങ്ങൾ സംഗതികൾ ചെയ്യണം. അതിനൊക്കെയുള്ള ഐഡിയാസും സംഗതികളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സമയത്തും കാലത്തുമാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇനിയും നിങ്ങൾ ആ അവസരങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ചിന്തിക്കുന്നില്ലെങ്കിൽ ആ കഷ്ടപ്പാട് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇറ്റ്സ് എൻ ഐഡിയ. വെൽത്ത് ക്രിയേഷൻ ഈസ് നത്തിങ് ബട്ട് എൻ ഐഡിയ മെത്തേഡ്, എ നോളജ് മെത്തേഡ്. ഇറ്റ്സ് നോട്ട് എ ഹാർഡ് വർക്കിംഗ് മെത്തേഡ്. ഇന്നത്തെ കാലത്ത് അതല്ല. വെൽത്ത് ക്രിയേഷൻ ബേസ്ഡ് ഓൺ ട്രാൻസ്പ്ലാന്റ് സൈക്കോളജി പറയുന്ന പ്രകാരം വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് ട്രാൻസ്പ്ലാന്റ് സൈക്കോളജിയിൽ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണ്? അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് വെൽത്ത് ഇൻ യുവർ ഇന്നർ മൈൻഡ്, ഔട്ടർ വേൾഡ് വിൽ മാനിഫെസ്റ്റ്. അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് അത് കാണും എന്നുള്ളതാണ്. എന്താണോ നമ്മുടെ ഉള്ളിൽ ദാരിദ്ര്യവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ചിന്തകളും കാര്യങ്ങളും കഷ്ടപ്പാടും കടം വീട്ടാനുണ്ട്, അതുണ്ട്, ഈ പ്രശ്നങ്ങളുണ്ട്, സംഗതികളുണ്ട് എന്നുള്ള ചിന്തകൾ മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ, അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് നിങ്ങളുടെ ജീവിതത്തിൽ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ക്ലിയർ ആണോ പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ അത് തന്നെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ്, നിങ്ങൾ ഫീൽ ചെയ്യുന്ന ലോവർ ഫ്രീക്വൻസിയാണ്, നിങ്ങളുടെ ബിലീഫ്സ് അതായി മാറും, നിങ്ങളുടെ റിയാലിറ്റി അതായി മാറും, നിങ്ങളുടെ ചിന്തകൾ അതാണ് സ്വാഭാവികമായിട്ട്. അതിന് പകരം എനിക്കെങ്ങനെ ഇതിൽ നിന്ന് മറികടക്കാം, എനിക്കെങ്ങനെ ഇതിൽ നിന്ന് മറികടന്ന് രക്ഷപ്പെടാം, ഇതിന് വേണ്ടിയിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ എന്താണ്, എങ്ങനെ ഞാൻ ആൾക്കാരുടെ പ്രോബ്ലം സോൾവ് ചെയ്യും, എങ്ങനെ ആ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെക്കുറിച്ച് ആലോചിക്കുക, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ചിന്തിക്കുക, അതിനു വേണ്ടിയിട്ട് ആൾക്കാരെ മീറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ എന്തായി മാറും? അതിനുവേണ്ടിയുള്ള പുസ്തകങ്ങൾ വായിക്കുക, അതിനുവേണ്ടിയുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക, അതിനുവേണ്ടിയിട്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ കണ്ടിന്യൂസ്ലി എന്തായി മാറും? ഈ പറഞ്ഞിരിക്കുന്ന വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വഴികളിലേക്ക്, സംഗതികളിലേക്ക് മാറും. ഓട്ടോമാറ്റിക്കലി ഔട്ടർ വേൾഡിൽ ഷിഫ്റ്റ് സംഭവിക്കും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് തന്നെ ആ രീതിയിൽ പുറത്തേക്ക്, അപ്പോൾ പണം വരും, പണം വരാനുള്ള ഐഡിയ വരും, സംഗതികൾ വരും. അതിൽ ട്രസ്റ്റ് ചെയ്യുക, അതിൽ വിശ്വസിക്കുക, അതിൻ്റെ പിന്നാലെ പോവുക. ഗോ ഡു ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. മണി വിൽ കം, പീപ്പിൾ വിൽ കം. പണമുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ വരും. ഒരാൾ മതി നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടുത്താൻ. പണം ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ പാർട്ണറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ലൈക്ക് എനിത്തിങ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ലൈക്ക് എനിത്തിങ്. നെക്സ്റ്റ് എന്താണ്? സോ ഐഡിയാസ് ആർ ദ സീഡ്സ് ഓഫ് വെൽത്ത്. ആശയങ്ങളാണ് പണം ഉണ്ടാക്കുന്നതിൻ്റെ, ഇവർ വിശ്വസിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. നല്ല ആശയങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാനുള്ള വിത്തുകളാണ് നല്ല ആശയങ്ങൾ. നല്ല ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ബിസിനസ് ആശയങ്ങൾ. അത് കൊണ്ടുവന്നിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള വലിയൊരു വൃക്ഷം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണിയെഴുതാൻ പറ്റും. സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ഐഡിയാസ് ഈസ് ഈക്വൽ ടു ബില്യൺസ്. അതായത് ബില്യൺസ് ഓഫ് റുപ്പീസ് നമ്മളെ കയ്യിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ല ബില്യൺസ് ഓഫ് റുപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ഉള്ള ഐഡിയയും നല്ല പവർഫുൾ ആയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട് എങ്കിൽ നോ ഡൗട്ട് അയാൾ ബില്യണറായി മാറും. നമ്മുടെ അധികം ആൾക്കാരുടെ പ്രോബ്ലം നല്ല ഐഡിയാസൊക്കെ ഉണ്ട്, പക്ഷെ മനസ്സിൽ പോസിറ്റിവിറ്റി ഇല്ല, നെഗറ്റിവിറ്റി ആണുള്ളത്. അപ്പോൾ മിസ്മാച്ചിങ് ആണ്. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, ഈസ് ഇറ്റ് യൂസ്ഫുൾ? ഈസ് ഇറ്റ് മോട്ടിവേറ്റിംഗ് യു? ഈസ് ഇറ്റ് ക്രിയേറ്റിംഗ് അവയർനെസ്? ഈസ് ഇറ്റ്, ഞാൻ പറയുന്നത് ഉപകാരപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞു പോവാണ്, ബോറടിപ്പിക്കുന്നുണ്ടോ? ഓപ്പണിംഗ് ആണോ? ബ്ലോയിങ് യുവർ മൈൻഡ്? ഈസ് ഇറ്റ് ബ്ലോയിങ് യുവർ മൈൻഡ്? ഈസ് ഇറ്റ് ഗിവിംഗ് യു ന്യൂ ഐഡിയാസ്? Then tell me, it blows my mind. Blown away, coming down. Wow, fantastic, amazing. Express that. Things are getting useful. Wow. Just write down. Because that, very good, thank you. Genuinely say that. You don't need to say because I'm saying it, because you just express that. Amazing, wow, interesting, useful, very good, mind-blowing. സോ നിങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ രീതിയിലേക്ക് എന്ത് ചെയ്യണം? ഇതിനെ ക്രിയേറ്റ് ചെയ്ത് എടുത്ത് കൊണ്ടുവരണം. നെക്സ്റ്റ് എന്താണ്? നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ഇത് ഇന്നത്തെ ടോപ്പിക് കൊണ്ട് തീരുന്നില്ല. നാളെയും ഇതിൻ്റെ ബാക്കിയിട്ട് വേണ്ടേ? നാളെ ഇതിൻ്റെ ബാക്കി വേണോ? ജസ്റ്റ് കമന്റ് ഡൗൺ. ഡു യു വാണ്ട് ദാറ്റ്? ഇത് ഫുൾ ലെവലിൽ നമുക്ക് പഠിക്കണോ? വെൽത്ത് ക്രിയേഷൻ. ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു.
വേണോ? ഇതിന്റെ തുടർച്ച വേണോ? ബിക്കോസ് നമുക്ക് സമയമില്ല. 1 hour ഉള്ളൂ നമുക്ക്. വി വാണ്ട് മോർ. മോർ എന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഓൺ മോർ. നാളെയും ഈ വിഷയത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം, തുടർച്ചയായിട്ട് ഡിസ്കസ് ചെയ്യണം. മോർ എന്ന് കമന്റ് ചെയ്യും. കമന്റ് ചെയ്യടോ. എന്താണ് ബൈ? ആ ടൈപ്പ് ചെയ്യും, ആ വിരലുകൾ അങ്ങോട്ട് ചലിക്കട്ടെ. യെസ്, കമന്റ് മോർ 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 മോർ. Okay, we want more. We're happy to create more. One more. Okay, very good. Very good. Very good. Just comment down. We're happy to receive more. Okay, very good. I'm excited. Okay. ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ്? ഐഡിയാസ് ആർ ദ സീഡ്സ് ഓഫ് വെൽത്ത്. സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് തിങ്ക് ബിഗ്, തിങ്ക് ഫാസ്റ്റ്, തിങ്ക് അഹെഡ്. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വലിയ രീതിയിൽ ചിന്തിക്കണം. പണം ഉണ്ടാക്കണമെങ്കിൽ വി ഹാവ് ടു തിങ്ക് ബിഗ്. വലിയ രീതിയിൽ ചിന്തിക്കണം പണം ഉണ്ടാക്കണം. ആൻഡ് തിങ്ക് ഫാസ്റ്റ് ആൻഡ് തിങ്ക് അഹെഡ്. വലിയ രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. വലിയ രീതിയിൽ ചിന്തിക്കുക. തിങ്ക് ഫാസ്റ്റ്, തിങ്ക് അഹെഡ്. വലിയ രീതിയിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചൊക്കെ വലുതായി ചിന്തിക്കണം. ഇപ്പോൾ ഉള്ള ലൈഫിനെക്കാളും കുറച്ചുകൂടി ഒരു ബെറ്റർ, കുറച്ചുകൂടെ വലുതാക്കാം. ഒറ്റടിക്ക് വലുതാക്കണം എന്ന് ഞാൻ പറയുന്നത്. വലിയ രീതിയിൽ സ്വപ്നങ്ങൾ കുന്നോളം കണ്ടു കഴിഞ്ഞാൽ കുന്നിക്കുരുവോളം കിട്ടുമെന്ന് പറയില്ല. ചെറിയ സ്വല്ലല്ലത്. വലിയ രീതിയിൽ കുറച്ചൊന്ന് കാണുക, ചിന്തിക്കുക. അതിനർത്ഥം അഹങ്കാരം കൂടിയിട്ടോ അഹംഭാവം കൂടിയിട്ടോ അൺറിയലിസ്റ്റിക് ആയിട്ട് ഒരു വല്ലാത്തൊരു ലോകത്തേക്ക് പോയിട്ട് നമുക്കെല്ലാം നഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു സംഗതി അല്ല ഞാൻ പറയുന്നത്. ബട്ട് തിങ്ക് ബിഗ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നേടിയെടുക്കാൻ പറ്റും. വട്ട് എവർ ഇറ്റ് ഈസ് പോസിബിൾ. കാരണം മൈൻഡ് അങ്ങനെയാണ്, അത് പോസിബിൾ ആണ്. ഓക്കെ, എപ്പോഴും വാല്യൂസ് നഷ്ടപ്പെടാതെ തിങ്ക് ബിഗ്. വലിയ സ്വപ്നങ്ങൾ കാണണം. APJ അബ്ദുൽ കലാം വലിയ സ്വപ്നം കണ്ടു, പക്ഷെ അദ്ദേഹം എപ്പോഴും ഹമ്പിളായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുണ്ട്? അദ്ദേഹം കണ്ട സ്വപ്നം എന്തായിരുന്നു? അല്ലേ? ബഹിരാകാശത്തേക്ക്, ഈ പറഞ്ഞിരിക്കുന്ന അന്യഗ്രഹങ്ങളിലേക്ക്, ഈ പറഞ്ഞിരിക്കുന്ന വലിയ റോക്കറ്റ് വെച്ചിട്ട് വിക്ഷേപണം നടത്തി അവിടേക്ക് ജനങ്ങളെ, ആ ഒരു സംഗതി, ആ ഒരു പ്രോജക്റ്റ് അദ്ദേഹം വലിയ രീതിയിൽ കണ്ടു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി വാസ് എ ഹംബിൾ മാൻ. ഹി വാസ് ലിവിങ്, ഹി വാസ് വെരി ഗ്രൗണ്ടഡ്. ആ ബാലൻസ് ആണ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റേണ്ടത്. അദ്ദേഹത്തെ പോലെ തന്നെ എല്ലാവരും ആവണമെന്നല്ല ഞാൻ പറയുന്നത്. ഹി ഈസ് യുണീക്ക് ഇൻ ഹിസ് ഓൺ വേ. പക്ഷെ നിങ്ങൾ എപ്പോഴും എന്ന് വെച്ചാൽ വലിയ സ്വപ്നങ്ങൾ കാണുക ആൻഡ് തിങ്ക് ഫാസ്റ്റ്. ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യാൻ പഠിക്കണം. ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ പ്രോഗ്രാമിലേക്കൊക്കെ വരിക. നിങ്ങൾ ബിസിനസ് എങ്ങനെയാണ് ചിന്തിക്കുക, ബിസിനസ്സുകാരെങ്ങനെ ചിന്തിക്കുന്നത്? ദേ തിങ്ക് ഫാസ്റ്റ്, ദേ തിങ്ക് ബിഗ്. വലിയ രീതിയിൽ ചിന്തിക്കുക. അതേപോലെ ദേ തിങ്ക് ഫാസ്റ്റ്, വളരെ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യും. ആൻഡ് ദേ തിങ്ക് അഹെഡ്. മുൻകൂട്ടി വരാൻ പോകുന്ന അവസരങ്ങൾ എന്തായിരിക്കും? ഇവിടെ വരാൻ പോകുന്ന ഡെവലപ്മെന്റ്സുകളാണ്, ഇവിടെ വരാൻ പോകുന്ന ചേഞ്ചസ് എന്താണ്? തിങ്ക് ഫാസ്റ്റ് എന്ന് പറയുന്ന പുതിയ ചേഞ്ച് വരുമ്പോൾ അതിനോട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുക, പെട്ടെന്ന് തീരുമാനം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പെട്ടെന്ന് മൂവ് ചെയ്യുക. പ്രതിസന്ധികൾ വരുമ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവസരം ഗ്രാബ് ചെയ്യുക. അതിന് ആലോചിക്കണം. തിങ്ക് അഹെഡ്, മുൻകൂട്ടി ചിന്തിക്കുക. ഇതാണ് വരാൻ പോകുന്നത്, ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. മാർക്കറ്റിൽ ഇന്ന പുതിയ ടൂൾ വന്നിട്ടുണ്ട്, പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, പുതിയ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ന് വെച്ചാൽ അത് വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ സൊസൈറ്റി മാറുകയാണ്, ഇനി കുറച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി ഇങ്ങനെയായിരിക്കും, ഈ രൂപത്തിലായിരിക്കും. ഇതിനെക്കുറിച്ച് ആലോചിക്കുക. മുൻകൂട്ടി നമുക്ക് ചിന്തിക്കാൻ കഴിയുക, മുൻകൂട്ടി കാണാൻ കഴിയുക, ദീർഘവീക്ഷണത്തോടു കൂടി കാണാൻ കഴിയുക. ഇത്തരത്തിലുള്ള തിങ്കിങ് ക്വാളിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സക്സസ്ഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ പണം ഉണ്ടാക്കാൻ ഇത് വേണം. ഇതില്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം. ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യുക? ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത് ഇതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിനാണ് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. സോ ജോയിൻ, ഡോണ്ട് ഫർഗെറ്റ്, മറക്കരുത്. വീണ്ടും വീണ്ടും പറയണം, ജോയിൻ ദ പ്രോഗ്രാം. 28-ാം തീയതിക്കുള്ളിലാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഐഡിയാസ് ആർ നോമൺസ് മൊണോപ്പൊളി. മറ്റേ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഐഡിയ ഉണ്ട് വിചാരിച്ചിട്ട് ആ ഐഡിയ അയാൾ തന്നെ ചെയ്യുള്ളൂ, അത് അയാളുടേതാണ് എന്നുള്ള രീതിയിൽ, അത് കോപ്പി ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാനൊന്നും വേണ്ട. ആരുടെയും ഐഡിയ നിങ്ങൾക്ക് എന്താ വെച്ചാൽ യു ക്യാൻ ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം ഇറ്റ്. കോപ്പി ചെയ്യാന്ന് ഞാൻ പറയുന്നില്ല, യു ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം ഇറ്റ്. മറ്റുള്ളവരിൽ നിന്ന് കണ്ടു പഠിക്കുക. മറ്റുള്ളവരുടെ ആശയമായിക്കോട്ടെ, മറ്റുള്ളവരുടെ ഐഡിയാസ് ആയിക്കോട്ടെ, അത് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇൻസ്പയർഡ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ചില ലിമിറ്റിംഗ് തിങ്കിങ് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഐഡിയ തന്നെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ തിങ്കിങ് ഉണ്ടാവും. വേണ്ട, നിങ്ങൾക്ക് വേറൊരു ആൾക്കാർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇറ്റ് വിൽ ക്രിയേറ്റ് മണി ഫോർ യു, ഇറ്റ് വിൽ ക്രിയേറ്റ് വെൽത്ത് ഫോർ യു. ബട്ട് ഗെറ്റ് ഇൻസ്പയർഡ്, ഡോണ്ട് കോപ്പി. കോപ്പി ചെയ്യല്ല വേണ്ടത്, ഗെറ്റ് ഇൻസ്പയർഡ്. ഇൻസ്പയർഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് അതിന് വേണം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സംഗതികൾ വേണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗിവ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ്. ഏറ്റവും നല്ല പ്രോഡക്റ്റ് നല്ല രീതിയിൽ കൊടുക്കാനും പറ്റണം, നല്ല രീതിയിൽ. ഓക്കെ, ആ രൂപത്തിൽ ചിന്തിക്കുക.
സോ നെക്സ്റ്റ് എന്താണ്? അതെ, ഊബർ എന്ന് പറയുന്ന കമ്പനിയെ കോപ്പി ചെയ്ത് ഓല അല്ലേ വന്നത്. ഐഡിയാസ് ആർ നോമൺസ് മൊണോപ്പൊളി. അടുത്തെന്താ? തിങ്ക് ബിഗ്, തിങ്ക് ഫാസ്റ്റ്. 90% സൈക്കോളജി ആൻഡ് 10% എക്കണോമിക്സ്. ഇനി നമുക്ക് പറയാനുണ്ട്, ഇനിയും നമുക്ക് കുറേ പറയാനുണ്ട്. അതിലേക്ക് ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, മൈൻഡ് സെറ്റ് ഓഫ് ദ സക്സസ്ഫുൾ. ഫസ്റ്റ് പാർട്ട് അപ്പോൾ നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. സെക്കൻഡ് പാർട്ടിൽ വീണ്ടും നമുക്ക് പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്ത സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്നത്തെ സെഷനോട് അവസാനിക്കാൻ പോവാണ്. ലാസ്റ്റ് പോയിന്റ് ഇതാണ്. വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് 90% സൈക്കോളജിയാണ്, 10% മാത്രമാണ് മെക്കാനിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പണം മാനേജ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ നോളജ് ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നൊരു സംഗതി. ഫിനാൻഷ്യൽ ലിറ്ററസി, പണവുമായി ബന്ധപ്പെട്ട് പണം എങ്ങനെ മാനേജ് ചെയ്യണം, അതിൻ്റെ ഒരു നോളജ് ടെക്നിക്ക് എന്ന് പറയുന്നത് 10% വരുന്നുള്ളൂ. അത് വേണം, വേണ്ടെന്നല്ല. പക്ഷേ അത് പണം നിലനിർത്താനാണ്. പക്ഷെ പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ, പണം നമ്മളിലേക്ക് വരുത്തുന്ന കാര്യത്തിൽ, പണം ഡബിളാക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളുടെ അവയർനെസ്, നമ്മുടെ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെങ്ങനെ ചിന്തിക്കുന്നു, വലുതായി ചിന്തിക്കുന്നു, എനിക്കത് നേടാൻ കഴിയുമെന്ന ചിന്ത ഉണ്ടാവും. എന്നെക്കൊണ്ടത് പറ്റും, എനിക്ക് കോടികൾ സമ്പാദിക്കാൻ പറ്റും, ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റും, ലക്ഷങ്ങൾ വരുമാനമായിട്ട് ലഭിക്കും, എനിക്കത് ഏൺ ചെയ്യാൻ പറ്റും എന്ന് നമ്മളുടെ ഉള്ളിൽ നമുക്ക് വിശ്വാസമുണ്ടോ, ആ വിശ്വാസമാണ് 90% നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക. ആ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ആ ഫീലിങ്സ് ആണ് പ്രധാനം. അതിൽ ഡൗട്ട് വരാൻ പാടില്ല. അത് എന്നെക്കൊണ്ട് സാധ്യമാണ്, എനിക്ക് പോസിബിൾ ആണ്, ബിക്കോസ് ഐ ഡിസേർവ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നത്തെ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. എല്ലാവരും ഒന്ന് റെഡി ആയിട്ടിരിക്കുക. ഒരു 2-3 മിനിറ്റ്സ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറക്കാൻ വേണ്ടി ഒരു എക്സസൈസ് ചെയ്യാം. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രെത്ത്, ക്ലോസ് യുവർ ഐസ്, ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട്. പതിയെ കൈകൾ എന്ത് ചെയ്യുക, നിങ്ങൾ മടിയിൽ വെക്കുക. ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട്. വൺ മോർ ടൈം, ടേക്ക് എ ഡീപ് ബ്രെത്ത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് എത്രയാണോ പണം വേണ്ടത്, നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുക. ഒരുപാട് പ്രയാസങ്ങളിലൂടെ, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് അങ്ങ് രക്ഷപ്പെട്ടിട്ടില്ല വേണ്ട രീതി, അല്ലെങ്കിൽ കൂടുതൽ സമ്പത്തുണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുക, ആലോചിക്കുക. I love my life. I love my life. My life is amazing. My life is amazing. എനിക്ക് വേണ്ട പണം, എനിക്ക് വേണ്ട അവസരങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനത് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സേഫാണ്. ഞാൻ സമ്പന്നനായിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ കൂടുതൽ സമ്പത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നിലേക്ക്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് വേണ്ട പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഐ ആം സേഫ്. പണം ആകർഷിക്കാനുള്ള ഒരു കാന്തിക ശക്തി, അതിൻ്റെ ഒരു വലയം എന്നിലുണ്ട്. അത് ഒരു അട്രാക്റ്റ് ചെയ്യാനുള്ള, പണം ആകർഷിക്കാനുള്ള ഒരു എനർജി എന്നിലുണ്ട്. ആ എനർജി നിരന്തരം എന്നിലേക്ക് പണം സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ, വ്യക്തികൾ, വസ്തുക്കൾ, ഇതിനെല്ലാത്തിനും അട്രാക്റ്റ് ചെയ്യുന്നു.
അട്രാക്റ്റ് ചെയ്യുന്നു. മൈ ലൈഫ് ഈസ് ഗ്രേറ്റ്. ഐ ലവ് മൈ ലൈഫ്. മൈ ലൈഫ് ഈസ് അമേസിങ്. ഐ ലവ് മണി. എനിക്ക് പണം ഇഷ്ടമാണ്. മണി ഈസ് ഗുഡ്. പണം നല്ലതാണ്. ഞാൻ കൂടുതൽ കൂടുതൽ പണം ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഐ എം റെഡി ടു റിസീവ് ഓൾ ദ വെൽത്ത് ഐ ഡിസേർവ്. ഞാൻ അർഹിക്കുന്ന എല്ലാ സമ്പത്തും എന്നിലേക്ക് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ദർ ഈസ് നോ ലിമിറ്റ് ടു ഹൗ മച്ച് മണി ഐ ക്യാൻ അട്രാക്ട്. ഒരു ലിമിറ്റുമില്ല എത്ര പണം വേണമെങ്കിലും എനിക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഐ വാല്യൂ മണി ആൻഡ് ഐ എം അട്രാക്റ്റിംഗ് മോർ ആൻഡ് മോർ ഇൻ ടു മൈ ലൈഫ്. ഞാൻ പണത്തെ നല്ല വില കൽപ്പിക്കുന്നു. അത് എന്നിലേക്ക് ഞാൻ കൂടുതൽ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഐ വിൽ ഓൾവേസ് ഹാവ് എക്സാക്ട്ലി ദ എമൗണ്ട് ഓഫ് മണി ഐ നീഡ്. എനിക്ക് വേണ്ട എമൗണ്ട് എത്രയാണോ, അത് എപ്പോഴൊക്കെയാണോ വേണ്ടത് അപ്പോഴൊക്കെ എൻ്റെ കയ്യിലുണ്ടാകും. എൻ്റെ കയ്യിൽ ആ പണം ഉണ്ടാകുന്നതാണ്. ഞാൻ അതിനായിട്ട് വളരെ അലൈൻഡ് ആയിട്ട് ഗുഡ് ഫീലിങ്ങിലും എനർജറ്റിക് ഫീലിങ്ങിലും നിൽക്കുന്ന ഒരാളാണ്. എന്നിലേക്ക് വരുന്ന ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ ഞാൻ തയ്യാറാണ്. ആ പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് കോഴ്സിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് പേയ്മെൻ്റ് അടച്ച് സീരിയസ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണ്. ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തയ്യാറാണ്. കാരണം എനിക്കറിയാം ഞാൻ എന്നിൽ നടത്തുന്ന നിക്ഷേപമാണത്. ഐ ലവ് മൈ ലൈഫ്. ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഏണിംഗ് മണി ഈസ് ഈസി ഫോർ മീ. പണം ഉണ്ടാക്കുന്നത് എനിക്ക് വളരെ ഈസിയാണ്. പണം ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ്, വളരെ എളുപ്പമാണ്. എനിക്കറിയാം ഞാൻ വിജയിക്കുമെന്ന്. സമ്പത്തുണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ വിജയിക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, സമ്പൽ സമൃദ്ധിയുള്ള, അബണ്ടൻ്റ് ആയിട്ടുള്ള, ആനന്ദം നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതം എനിക്കുണ്ട്. ഓരോ ദിവസവും കഴിയുന്തോറും മാഗ്നറ്റിക്കലി ഞാൻ കൂടുതൽ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാന്തിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, കൂടുതൽ സമ്പത്ത് എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഐ ലവ് മൈ ലൈഫ്. മൈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഐ ക്യാൻ ഡു, ഐ ക്യാൻ ബി, ഐ ക്യാൻ ക്രിയേറ്റ് എനിത്തിങ് വാട്ട് ഐ വാണ്ട്. എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് സൃഷ്ടിക്കാൻ കഴിയും, നേടിയെടുക്കാൻ പറ്റും. അതിനെല്ലാം സാധ്യമാണ്. ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട്. വൺ മോർ ടൈം. ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട്. One more time. Take a deep breath and breathe out. One more time. Take a deep breath and breathe out. പറഞ്ഞതുപോലെ ഇനി പതിയെ എന്ത് ചെയ്യുക, കണ്ണുകൾ തുറന്ന്, കൈകൾ കൂട്ടിത്തിരുമ്മി കണ്ണുകൾ തുറന്ന് തിരിച്ചു വരിക. കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുക. Okay? How do you feel? How do you feel? ദേഹത്തും കവിളത്തെല്ലാം വെച്ച് പതിയെ തിരിച്ചു വരും. താങ്ക് യു. ഗ്രേറ്റ് ഫീൽ. പണം വരട്ടെ, അതിന് തടസ്സം നിൽക്കണ്ട. എല്ലാവരും കൈ ഇങ്ങനെ പിടിച്ചേ. വന്നോട്ടെ, പോന്നോട്ടെ. എല്ലാ നല്ല സമ്പത്തും, എല്ലാ നല്ല വ്യക്തികളും, എല്ലാ നല്ല അവസരങ്ങളും എന്നിലേക്ക് വന്നോട്ടെ. ഐ വെൽക്കം ഓൾ ഓഫ് ദാറ്റ്. എല്ലാത്തിനെയും, എല്ലാ നല്ലതിനെയും ഞാൻ സ്വാഗതം ചെയ്യും. You got it? Just practice that. That's a mindset. You welcome every good things, good people, good opportunities. Okay? ആ ബ്ലോക്കൊക്കെ മാറ്റണം കേട്ടോ. കുറേ ആൾക്കാർക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. താങ്ക് യു. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇതിപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം വെൽത്ത് ക്രിയേഷൻ്റെ സംഗതിയിൽ ജസ്റ്റ് പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇതൊന്നും അല്ല, ഡെപ്തിൽ പഠിക്കണോ? നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ? ബിസിനസ് പഠിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണ്ടേ? എന്നാൽ നോക്കി നിൽക്കരുത്, ജോയിൻ ചെയ്യണം. മുസ്തഫ സാഹിബ് പ്രോഗ്രാമിൽ എന്തായാലും വന്നേ പറ്റൂ. ബിക്കോസ് യു ആർ ബ്ലഡി സീരിയസ്. യു ഹാവ് ടു കം ആൻഡ് ജോയിൻ. മറക്കരുത്.
ഇവിടെ ഇരിക്കുന്ന ഇന്ന് ഇവിടെ ഈ സെഷൻ തുടക്കം മുതൽ അവസാനം വരെ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പണത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഇത്ര സീരിയസ് ആയിട്ട് കേട്ടിരുന്നത്. നിങ്ങളെല്ലാവരും പ്രോഗ്രാമിലേക്ക് വരിക. മറക്കരുത്, ഗെറ്റ് ഇറ്റ്. ഇതൊരു വലിയ എമൗണ്ട് അല്ല. 1399 ആണോ? ആണോ? നിങ്ങൾ പറ, ആണോ? ആണോ? അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ സ്ക്രീൻഷോട്ട് അയക്കുക. സ്ക്രീൻഷോട്ട് അയക്കാനുള്ള നമ്പർ ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. 8086007775 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. 8086880775 ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ പേ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യണോ, നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കം ആൻഡ് ജോയിൻ. എൻ്റെ 5 ദിവസം അതിനു വേണ്ടി മാറ്റിവെക്കാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ്. നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആരാച്ചാ, നിങ്ങൾക്ക് ഈ ചിന്താഗതികൾ കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം, ആലോചിക്കാം. മക്കൾക്ക് വേണ്ടിയിട്ട് ഗൈഡൻസ് കൊടുക്കാം. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത പാരൻസ് ആയിട്ട് നമ്മൾ മാറരുത്. എങ്ങനെ പണം ഉണ്ടാക്കാം, എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം, എങ്ങനെ ബിസിനസ് ചെയ്യാം, ഇതെല്ലാം ചെയ്ത് നമ്മൾ തന്നെ ബിസിനസ് ചെയ്യണമെന്നില്ല. ബട്ട് ഹാവ് എൻ അവെയർനെസ്. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് വളരെ എൻ്റർടൈനിങ് ആയ രീതിയിൽ പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ റെഡി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കം ആൻഡ് ജോയിൻ. ഓക്കെ. എനിക്ക് എൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കോഴ്സിലൂടെ പറ്റുമോ? തീർച്ചയായിട്ടും റംല. നിങ്ങൾക്ക് ഫ്ലാറ്റ് ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ. അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. റംല മാം, ജസ്റ്റ് കം ആൻഡ് ജോയിൻ. ഓക്കെ, കം ആൻഡ് ജോയിൻ. ഡോണ്ട് വറി, ജസ്റ്റ് കം ആൻഡ് ജോയിൻ. മറക്കരുത്. അപ്പോൾ അതിൻ്റെ നമ്പർ എന്ന് വെച്ചാൽ 2 നമ്പറുണ്ട്. ഒരു നമ്പർ ഇതവിടെ ഞാനിപ്പോൾ ഇവിടെ 8086007775 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഗൂഗിൾ പേ ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് 8086007771 എന്ന നമ്പറിലേക്ക് അയക്കുക. ഓക്കെ. നമ്മുടെ വെൽത്ത് സീരീസിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ബാക്കി നാളെ നമ്മൾ എടുക്കും. ഐ വാണ്ട് ടു ഹെൽപ്പ് യു, ഓൾ ഓഫ് യു. ഈ നോളജൊക്കെ കിട്ടി നിങ്ങൾ അവയർനെസ് മാറി നിങ്ങളുടെ ഉള്ളിലുള്ള സാധനങ്ങൾ മൊത്തം ആ ഒരു അലൈൻമെൻറ്റിലല്ലാതെ കിടക്കുന്ന, കോൺഫ്ലിക്റ്റ് ആയി കിടക്കുന്ന വിശ്വാസങ്ങളൊക്കെ പൊട്ടിച്ചെതറിപ്പോയി. യു ജസ്റ്റ് ബി ബ്ലഡി ഫ്രീ ഫ്രം ഓൾ ഓഫ് ദിസ് ആൻഡ് ക്രിയേറ്റ് മണി, ക്രിയേറ്റ് വെൽത്ത്. എന്നിട്ട് ആ സ്റ്റോറി എന്നോട് ഷെയർ ചെയ്താൽ മതി. സാറേ, ഞാൻ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. എത്ര സ്റ്റോറിയാണ് എനിക്ക് കേൾക്കുന്നത്. ആ കേൾക്കുമ്പോൾ പിന്നെ അതിൽ നിന്നൊരു പ്രാർത്ഥന കേട്ടോ. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്കെന്താ വെച്ചാൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള പല രീതിയിലുള്ള സിറ്റുവേഷനിലൂടെയും പരീക്ഷണങ്ങളിലൂടെ ഒക്കെ നമ്മളെല്ലാവരും കടന്നു പോകും. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ വേണം. ഡീപ്പ് ഡൗൺ നമ്മളെല്ലാവരും ജെനുവിനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് ചിന്തിക്കുക കേട്ടോ. അപ്പം മറക്കരുത്, 1399 രൂപയേ ഉള്ളൂ. 1399, 15,000 രൂപയ്ക്ക് ഓൺലൈനിൽ സെല് ചെയ്തിരുന്ന കോഴ്സാണ് 1399. 35,000 രൂപയ്ക്ക് ഓഫ്ലൈൻ പ്രോഗ്രാം വെച്ചിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പം ആ പ്രോഗ്രാമാണ് നിങ്ങൾക്ക് 5 ഡേയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന വെറും ചെറിയ എമൗണ്ടിൽ. മറക്കരുത്, കം ആൻഡ് അറ്റൻഡ്. അതിന് ക്യാഷ് ഇല്ല, സംഗതി ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല, ബിസിയാണ്, അത് ഇത് എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. എന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാട്, പ്രയാസം, ബുദ്ധിമുട്ട്, പണം ഉണ്ടാക്കുന്നതിന്, കൂടുതൽ പണം ഉണ്ടാക്കുന്നതിൻ്റെ കഷ്ടപ്പാട്, പ്രയാസം, ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എന്താണ് ആ കഷ്ടപ്പാടുണ്ടാകുന്ന കാരണം? എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അറിവ് നേടാത്തതിൻ്റെ ശിക്ഷയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത്. സോ ഡോണ്ട് ഡു ദാറ്റ്. കം ആൻഡ് ജോയിൻ. ഓക്കെ, മറക്കരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ടുകൾ വന്നോട്ടെ. പേയ്മെൻറ്റ് അടച്ച ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഡെന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ് ഡൗൺ. ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്? കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കമൻറ്റ് ഡൗൺ ഡെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മറക്കരുത്. ഓക്കെ, ഡൺ. ഓൾ റൈറ്റ്. പറഞ്ഞതുപോലെ അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മറക്കരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ കോഴ്സിനെ കുറിച്ച്? കോഴ്സ് നടക്കുന്നത് 28-ാം തീയതി രാവിലെ 8 മണി മുതൽ 10 മണി വരെയുള്ള സമയത്തിനിടയിലാണ്. ഓക്കെ, അപ്പോൾ മറക്കരുത്, ജോയിൻ ചെയ്യുക കേട്ടോ. 8 മണി മുതൽ 9 വരെ ക്ലാസ് ഉണ്ടാവും, പിന്നെ ഡിസ്കഷൻസാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കം ആൻഡ് ജോയിൻ. മറക്കരുത്, ജോയിൻ ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. സ്ക്രീൻഷോട്ട് എത്തിയോ? അയക്കണം. സ്ക്രീൻഷോട്ട് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ 7-1 സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ. വെരി ഗുഡ്. സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? എൻജോയ് ചെയ്തില്ലേ? പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയില്ലേ? പിന്നല്ല, നമ്മളെ കമ്മ്യൂണിറ്റി, നമ്മുടെ ഒന്നും പറയല്ല. വാങ്ങാൻ നിങ്ങൾ റെഡി ആയി നിന്നാൽ മതി, തരാൻ നമ്മൾ റെഡിയാണ്. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ് വേ. അമേസിങ് ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി. ഓരോ ദിവസവും ഇത് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സും കഴിഞ്ഞ് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ആ ഒരു
സംഗതി ഉണ്ടല്ലോ. ഇറ്റ്സ് റിയലി റിയലി പവർഫുൾ ദാറ്റ് ഫീലിംഗ്. അതായത് ഞാനിത് ചെയ്യുന്നതിന് ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? എനിക്ക് കുറേ വെൽത്ത് വരാൻ വേണ്ടിയിട്ടാണ്. എന്താ സംഭവം? ഞാനിത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്താവും, ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, ഹെൽപ്പിംഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ നല്ലൊരു ഫീലിംഗിലേക്ക് കിടക്കും അല്ലേ? നേരത്തെ പറഞ്ഞ സാധനം അലൈൻമെൻറ്റ്. എനിക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോളിലേക്ക് എനിക്ക് അപ്പോൾ ആ നല്ല അലൈൻമെൻറ്റിൽ ഞാനും നിൽക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ നന്മ ചെയ്യുക, ആൾക്കാർക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്, ഡു ഇറ്റ്. അപ്പോൾ ആ ഒരു ഫീലിംഗിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും പരമാവധി. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ അതല്ലാത്ത തന്നെ ചില മണ്ടത്തരങ്ങളും കാര്യങ്ങളും സംഗതികളും ലൈഫിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നെഗറ്റിവിറ്റി, ഇത്രയും കാലത്തെ ട്രോമയും സംഗതികളും അതല്ലാത്തതൊക്കെ നമുക്ക് നെഗറ്റിവിറ്റി വേറെ വരാണ്ട്. നമ്മൾ കീപ്പ് അസ് ഇൻ എ ഗുഡ് സിറ്റുവേഷൻ. ഓക്കെ, യു ജസ്റ്റ് ട്രൈ ടു ബി ഹെൽപ്ഫുൾ, ബി പോസിറ്റീവ്. അതാണ് ഇന്നത്തെ ഹോൾ മെസ്സേജ്. ബി ഇൻ ദ റൈറ്റ് അലൈൻമെൻറ്റ് വിത്ത് യുവർ ഗോൾ, വിത്ത് യുവർ ഓക്കെ. ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, and pray for each other, wish for each other, and appreciate each other, help each other, and support each other, and grow together. Thank you. Okay, നിങ്ങൾ ഗ്രോ ചെയ്ത് രക്ഷപ്പെടണം, ആ രൂപത്തിലേക്ക് നമുക്ക് വരണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത ദിവസം കാണാം, മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്താണ്, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഇസ് ദർ എനിബഡി ഹു വാണ്ട്സ് ടു ടോക്ക് ടു ഷെയർ എനിത്തിങ്? ഓക്കെ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ക്ലാസ്സിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ കുറച്ച് പോസിറ്റീവ് എനർജി പോന്നോട്ടെ. ഐ എം റെഡി ടു റിസീവ്. ഓൾ റൈറ്റ്, താങ്ക് യു എവരിവൺ. അപ്പോൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാം കേട്ടോ. ഈ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ക്ലാസ് കേട്ടിങ്ങനെ ഇരുന്നാൽ പോരാ, ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, പതിയെ അപ്ലൈ ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യേണ്ട, പക്ഷേ പതിയെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യട്ടെ. നിങ്ങൾക്ക് ദിവസം നല്ല രീതിയിൽ പോകാനുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ടോ ഈ മോർണിംഗ് ക്ലാസ്സിൽ നിന്ന്? കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ ഒന്ന് കയറുന്നത്. ഭയങ്കര എനർജി തന്നെയാണ്. ഞാൻ പകുതി വെച്ചാൽ കയറിയത്. പകുതി വെച്ചാൽ കയറിയത്? എവിടുന്ന്, ആരാണത്? ആളാരാ സംസാരിക്കുന്ന? ആളാരാ? നിസാറാണ്, പാലപ്പെട്ടിയാണ് സ്വദേശം. ഓക്കെ, നിസാർ. എവിടെ സ്ഥലം? പാലപ്പെട്ടി, മലപ്പുറം ജില്ല ലാസ്റ്റ്. മലപ്പുറം ജില്ല ലാസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഐ എം സോ ഹാപ്പി. എവിടെ സ്ഥലം? നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ നാട്ടിലാണ്. ഹോൾസെയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. മുന്നേ പ്രവാസിയായിരുന്നു. അപ്പൊ അന്ന് സാറിനെ ഞാൻ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു, പിന്നെ അത് വിട്ടുപോയി. ഇപ്പൊ ജസ്റ്റ് ലിങ്ക് കണ്ടപ്പോ ഞാൻ ജസ്റ്റ് കയറിയതാണല്ലേ? ഐ എം സോ ഹാപ്പി. നല്ല രീതിയിലേക്ക് അത് മുതൽ ഭയങ്കര ഒരു എന്താ പറയാ, പുതിയ തുടക്കത്തിനൊരു എനർജി കിട്ടി എനിക്ക്. വെരി ഗുഡ്. ആ മൊമെന്റം കളയരുത് കേട്ടോ. ഓക്കെ. അതായത് എല്ലാ ദിവസവും രാവിലെ ഇവിടെ സാറിന്റെ കൂടെ ഉണ്ടാവും. നമ്മുടെ കോഴ്സിലേക്ക് വന്നോളൂ കേട്ടോ, ജോയിൻ ചെയ്യും. Thank you so much. I'm so happy. I'm so glad. And definitely tomorrow we'll see again. Is there anyone else? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ഫസ്റ്റ് ക്ലാസ് കുറേ മുന്നേ ഞാൻ കേട്ടിരുന്നതിന് ശേഷമാണ് ഞാൻ മണി സ്നേഹിച്ച് തുടങ്ങിയത്. വെരി ഗുഡ് റജീല, വെരി ഗുഡ്. നമ്മളൊക്കെ ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. പണത്തെ നമ്മൾ അത്യാഗ്രഹത്തിനും അഹങ്കാരത്തിലേക്ക് നയിക്കുന്ന, നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു സാധനമായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് സംഭവിക്കും. നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പണമല്ല എത്തിക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ പണ്ടേ അഹങ്കാരവും ട്രോമയും മറ്റുള്ള കാരണങ്ങളാലൊക്കെ നമ്മുടെ മനസ്സ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് പണം വരുമ്പം എല്ലാത്തിൻ്റെയും പവർ ഈസി ആകും, കൂടും. അപ്പം എല്ലാം പണം എല്ലാത്തിനും ആംപ്ലിഫൈ ചെയ്യുന്നവർ എന്താണോ ഇപ്പോൾ ഉള്ളതിനെ ആംപ്ലിഫൈ ചെയ്യുക, ഇരട്ടിയാക്കും. അഹങ്കാരം ഉണ്ടെങ്കിൽ അഹങ്കാരം ഇരട്ടിയാവും. വെറുപ്പും വിദ്വേഷം പകയുണ്ടെങ്കിൽ അത് ഇരട്ടിയാവും. അഹംഭാവം ഉണ്ടെങ്കിൽ ഇരട്ടിയാവും. ഞാനെന്ന ഭാവം ഉണ്ടെങ്കിൽ അത് ഇരട്ടിയാവും. യു ഗോട്ട് ഇറ്റ്? നന്മയുണ്ടെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് ഇരട്ടിയാവും. അപ്പോൾ എപ്പോഴും പണം നമ്മളെ കയ്യിലേക്ക് വരാൻ വേണ്ടിയിട്ട് നല്ല മനസ്സ് കൊണ്ടു നടക്കുക, നല്ല ഫീലിങ്സ് കൊണ്ടു നടക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാലും അത് അതേപോലെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുക? അത് ചില ആൾക്കാരുണ്ട്, പണം വന്നു കഴിഞ്ഞാൽ പിന്നെ സംഗതിയില്ല, ഗ്രാറ്റിറ്റ്യൂഡില്ല, ഒന്നുമില്ല, സംഗതിയില്ല. ഉടനെ ഉൾട്ടാവുമ്പോൾ സംഭവിക്കുക, ഈ പണം അതേപോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഗോഡ് ഇറ്റ്? അതാണ് ചില ആൾക്കാരെന്ത് വെച്ചാൽ പണം ഉണ്ടാക്കിയിട്ട് പിന്നെ അത് നഷ്ടപ്പെടും. സോ ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് for joining, and we'll come back tomorrow. Thank you. Hello, thank you very much, sir. Thank you very much. Thank you. See you tomorrow. See you tomorrow. Have a great day. Thank you. Okay, thank you, sir. Thank you, sir. Thank you so much. Thank you. Sir, thank you so much. Thank you so much. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് CC ആയിട്ട് വരാൻ താല്പര്യം പോസ്റ്റ് ചെയ്യൂട്ടോ.
ആർക്കെങ്കിലും CC ആർക്കെങ്കിലും നമ്മുടെ ടീം കൂടെ വർക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ കോഴ്സുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വേണം. സോ അവർക്ക് വേണ്ട ട്രെയിനിങ് ഉണ്ടാവും, കോച്ചിങ് ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിന് വേണ്ട ഒരു ലിങ്ക് ഇന്ന് നമ്മുടെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യാം. എനിവേ ഓക്കെ സാർ, ഡീറ്റെയിൽസ് താല്പര്യമുണ്ട്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സപ്പോർട്ട് ഈച്ച് അതർ ആൻഡ് ഗ്രോ ടുഗദർ ആസ് എ ടീം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.